തുടരേണ്ടതിനാൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ പദ്ധതി പ്രകാരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവൻ ചൈതന്യമുള്ളത്. ഇരുതൊഴിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും തുളച്ചിരുന്നതും അവയെ വിവേചിക്കുന്നതുമായ ദൈവത്തിന്റെ വചനം ഭാരങ്ങളെ മാറ്റുന്ന ആമെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്ന ഹല്ലേലൂയ രോഗങ്ങളെ അഴിക്കുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഞാൻ അയക്കുന്ന വചനം അവരെ സൗഖ്യമാക്കും. ഞാൻ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതുപോലെയല്ല മടങ്ങി വരുന്നത്. അത് ദൈവത്തിന്റെ പ്രവൃത്തി തികച്ചിട്ടേ മടങ്ങി വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തിയെ തികയ്ക്കുന്ന ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ അഭിഷേകത്തിന്റെ നാവിലൂടെ നമ്മെ പ്രവർത്തിക്കുന്നതിനായി ദൈവ മഹത്വം വെളിപ്പെടുന്നതിനായി നാമെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്ന സമയങ്ങളിൽ ശുശ്രൂഷകരായ ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതരായി യേശു മതിയായവർ യേശു മതി തൻ സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക് യേശു മതി തൻ ഹിതം മതി നിന്റെ ജീവൻ മതി എനിക്ക്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാകയാൽ നിങ്ങളുടെ സകല ചിന്താകളുടെ മന്ത്രമെല്ലാം അനുചിതമായ നല്ല ദൈവമേ സ്വർഗ്ഗപിതാവേ, ഈ നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരുന്നു അങ്ങയുടെ സാന്നിധ്യത്തിനകത്തായതുകൊണ്ട് അന്യബോധപ്പെടാൻ സ്തുതിച്ച് ബോധപ്പെടുത്തി നന്ദി പറയുവാൻ ഒരു നന്ദിയുള്ള ഹൃദയം ഞങ്ങൾക്ക് ദൈവത്തിന് പകരുവാൻ ഇന്ന് വരെ നടത്തിയ ദൈവം അന്ത്യത്തോട് നടത്തുമെന്നുള്ള ഉറപ്പും ധൈര്യവും വിശ്വാസവും പകർന്നുകൊണ്ടായിരിക്കാൻ സ്വർഗ്ഗം സാഹിത്യകൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, ആരാധനയും പ്രാർത്ഥനയും വചനവും എവിടെയുണ്ടോ അവിടെ ദൈവപ്രവൃത്തിയുണ്ട്. ആ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിച്ച് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വളർത്തുവാൻ സ്വർഗ്ഗമിടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയോടെ വന്നെങ്കിൽ പ്രതീക്ഷയോടെ, രോഗിയായിട്ട് വന്നെങ്കിൽ വിടുതലോടെ, ശക്തികളാണെങ്കിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി ഈ പൽക്കാലം മടങ്ങുവാൻ സ്വർഗ്ഗം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവ് ദൈവാത്മാവിൽ കൂടെ ഞങ്ങളുടെ ഭക്തിയിലൂടെ ഈ പൽക്കാലം ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ദൈവം നമ്മോട് സംസാരിക്കുന്നത് ശ്രദ്ധയോടെ ഗൗരവത്തോടെ ഓരോ ഞങ്ങളുടെ ജീവിതത്തിന്റെ വേണ്ടി ദൈവം നമ്മോട് സംസാരിക്കുന്നത് അത് കേട്ട് ഏറ്റെടുത്തുകൊണ്ട് അവിടുമാകുവാൻ സ്വന്തം ദൈവം സഹായിക്കട്ടെ. അവിടെ സൂക്ഷിക്കുന്ന ദാസനെ ദൈവത്തിൽ ഏൽപ്പിക്കുന്നു. അടിയുമായി ഒന്നിച്ച് ചില വേദികളിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവിനെയാക്കി ഇവിടെയും ആയിരിക്കാൻ സ്വർഗ്ഗം സഹായിക്കാനായി സ്തുതിക്കുന്നു. കർത്താവേ, എല്ലാം ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരുവാൻ ഇടയാക്കട്ടെ എന്ന് അങ്ങനെ പുത്രൻ ഞങ്ങളുടെ ഇഷ്ടമായ നസ്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. സർവ്വത്തോടെ ഹല്ലേലൂയ പറയട്ടെ. സമയങ്ങൾ നമ്മുടെ ശുശ്രൂഷിക്കും. വളരെ സ്വാതന്ത്ര്യമുണ്ട് കർത്താവ് വളരെ ശുശ്രൂഷിക്കാൻ കർത്താവിനെ സഹായിക്കും. കടന്നു വന്ന ദൈവത്തിന്റെ മാതൃകാത്ത വചനം ആവാൻ ദൈവം എനിക്ക് നൽകിയ ഐശ്വര്യമായ ജീവകത്തെയും ശരണപ്പെട്ടുകൊണ്ട് മുഴുവൻ മഹത്വവും ഞങ്ങൾ കർത്താവിന് കൊടുക്കുന്നു. അതുപോലെ ഈ സഭയിൽ നേതൃത്വമായ കർത്താദാസൻ, അതുപോലെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചതായ ആന്റണിയുടെ കുടുംബം, എൻ്റെ കൂടെ കടന്നു വന്നതായ സഹായദാസങ്ങളായ ഈ കുടുംബം, ഇവരുമായൊക്കെ നല്ലൊരു ആത്മീയ ബന്ധം എൻ്റെ ചെറിയ പ്രായം മുതൽ ശുശ്രൂഷകരായ കാലം തൊട്ട് എനിക്കുണ്ട്. അവരുടെ സാന്നിധ്യം എനിക്ക് വളരെ അനുഗ്രഹമാകുന്നു. കടന്നു വന്ന ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എന്ന് പകൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് മുഖവരകളൊന്നുമില്ലാതെ 2 വാക്യങ്ങളിലേക്ക് കയറി സ്തോത്രം ഇന്ന് പകൽ ശുശ്രൂഷിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിലെ 12-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിലെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവനെ വെളിച്ചം ഉള്ളവൻ ആകും. 2-ാം ഭാഗം യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം അതിലെ 39-ാം വാക്യം. തൊട്ടടുത്ത അധ്യായം അതിലെ 39. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടമാകാനും ഇങ്ങനെ ന്യായവിധിക്കാനും
ഇങ്ങനെ ഞാൻ ന്യായവിധിക്കാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. രണ്ട് പ്രസ്താവനകൾ തുടർമാനമുള്ള 2 അധ്യായങ്ങളിൽ നിന്നും ഇന്ന് രാത്രി ഗൗരവമേറിയ ഒരു ചിന്തയെ ഞാൻ നിങ്ങൾക്ക് പകരുവാൻ പരിശുദ്ധാത്മാവിൽ ശ്രദ്ധപ്പെടുകയാണ്. സ്തോത്രം. എല്ലാവരും ബൈബിൾ അടച്ചു വെക്കുക. സ്തോത്രം. ഈ ഒരാൾ മാത്രം സ്തോത്രം ഏതെങ്കിലും സന്ദർഭത്തിൽ വായിപ്പാൻ സഹായിക്കാൻ ഒരാൾ മാത്രം ശബ്ദം ഉയർത്തി വായിപ്പാൻ തുറന്നു വെക്കാതെ ഈ ബൈബിളിൽ നിന്നല്ലാതെ ഒരു വാക്ക് പോലും ഞാൻ ഉച്ചരിക്കത്തില്ല. സ്തോത്രം. നിങ്ങൾ മുമ്പേ തന്നെ സ്തോത്രം ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ സ്തോത്രം ചിലത് ഞാൻ പറഞ്ഞോട്ടെ. സ്തോത്രം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഒരു വലിയൊരു പ്രാസംഗികൻ അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ എന്നെ കാണരുത്. ഞാൻ അത്രയും വലിയ ശുശ്രൂഷകനെന്ന് മാത്രം ഒരു സാധാരണ വ്യക്തിയാണ്. ഞാൻ ഒരു ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. സ്തോത്രം. ഞാൻ സൺഡേ സ്കൂളിൽ ഇരുന്നിട്ടില്ല. ക്രിസ്ത്യ കുടുംബത്തിൽ അല്ല എന്റെ ജനനം. പെന്തക്കോസ്തിന്റെ അനുഭവമോ പാരമ്പര്യമോ ചരിത്രമോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരുവനെ എനിക്കറിയാം. അവന്റെ പേര് യേശു കർത്താവ്. അവൻ മതങ്ങളെയോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെയോ സൃഷ്ടിപ്പാനോ ഉണ്ടാക്കാനോ വന്നവനല്ല. അവൻ ലോകത്തിലെ രക്ഷിതാവാണ്. അവർക്ക് സത്യം എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ക്രിസ്ത്യാനികളെക്കാൾ വിശ്വാസം ക്രിസ്തുവിനെയത്രേ. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഈ വാക്യത്തിൽ നിന്ന് സ്തോത്രം എനിക്ക് 1 മണിക്കൂറോ 1.25 മണിക്കൂറോ ശുശ്രൂഷിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ അനുഭവം ഒന്ന് തൊട്ട് പോകണം എന്ന് എനിക്ക് അകത്തളങ്ങളിൽ ഒരു ആകാംക്ഷ, ഒരു കത്തൽ ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ അനുഭവം കൂടി ഒന്ന് ഷെയർ ചെയ്യും. സ്തോത്രം. എന്റെ കൂടെ നിങ്ങൾ വരണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 21 അധ്യായങ്ങൾ 879 വാക്യങ്ങൾ അടങ്ങുന്ന ഏകദേശം 790 പത്മോസിന്റെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നതായ ഒരു മനുഷ്യനുണ്ട്. പേര് യോഹന്നാൻ. സ്തോത്രം. നിങ്ങൾക്ക് പഴയ നിയമം പരിശോധിക്കുമ്പോൾ 3 ഭാഗങ്ങൾ ആരാധനയ്ക്ക് കാണുവാൻ കഴിയും. പ്രാകാരം, വിശുദ്ധ, അതിവിശുദ്ധ സ്ഥലം. അതിൽ സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്നതായ 24 മണിക്കൂർ കത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു കതിരവിളക്ക് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ കതിരവിളക്കിൽ ഒരു പ്രത്യേകതയുണ്ട്. അതിന് 7 തിരികൾ ഉണ്ടായിരിക്കും. 3 തിരികൾ ഇടത്തെ വശത്തും 3 തിരികൾ വലത്തെ വശത്തും ഒത്ത നിരക്ക് സ്വന്തം ഉയരത്തിലേക്ക് ഒരു തിരിയും ഉണ്ടായിരിക്കും. സ്വന്തം ഈ 7 തിരികൾ കാണിക്കുന്നത് പഴയ നിയമത്തിലെ 3 പശ്ചാത്തലവും പുതിയ നിയമത്തിലെ 3 പശ്ചാത്തലവും ഒത്ത നിരക്ക് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു. പഴയ നിയമത്തിലെ 3 പശ്ചാത്തലം എന്താണ്? പഴയ നിയമത്തിൽ ചരിത്രമുണ്ട്, ഉപദേശമുണ്ട്, പ്രവചനമുണ്ട്. പഴയ നിയമത്തിൽ ചരിത്രമുണ്ട്, പഴയ നിയമത്തിൽ ഉപദേശമുണ്ട്, പഴയ നിയമത്തിൽ പ്രവചനമുണ്ട്. എക്സാക്ട് ഇതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ പഴയ നിയമത്തിലെ 39 പുസ്തകത്തിനകത്ത് ഇതാ ചരിത്രമുണ്ട്, ഉപദേശമുണ്ട്, പ്രവചനമുണ്ട്. ഇതുപോലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ആദ്യത്തെ 5 പുസ്തകത്തിനകത്ത് ചരിത്രമുണ്ട്. ആരെ കുറിച്ചുള്ള ചരിത്രം? യേശു കർത്താവിനെ കുറിച്ചുള്ള ചരിത്രം ആദ്യത്തെ 4 പുസ്തകത്തിലും. പിന്നെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ കൂടി അപ്പോസ്തലന്മാർ ദൈവസഭയിൽ ചെയ്തെടുത്തതായ ചരിത്രവും നിങ്ങൾക്ക് ആദ്യത്തെ 5 പുസ്തകത്തിൽ കാണാം. പിന്നീട് കടന്നതായ 21 ലേഖനങ്ങൾ പുറത്തു കിടക്കുന്നവർക്കല്ല, അകത്ത് കയറിയവർക്ക് വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. രക്ഷിക്കപ്പെടാത്തവൻ എഴുതിയതല്ല, രക്ഷിക്കപ്പെടുവാൻ ആദ്യത്തെ 5 പുസ്തകം മതി. എന്നാൽ രക്ഷിക്കപ്പെട്ട് ദൈവം ദിനപ്രതി രക്ഷിക്കപ്പെടുന്നവനെ ദൈവം ദിനപ്രതി സഭയോട് ചേർത്തു. സഭയ്ക്ക് 21 ലേഖനങ്ങൾ ഉണ്ടായിരുന്നു. റോമർക്കെതിരെ ലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ 21 ലേഖനങ്ങളിൽ നിലനിൽക്കുന്നവനാരോ അനുസരിക്കുന്നവനാരോ ആരാണോ അതിനായി കാത്തിരിക്കുന്നത് അവരാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്നത്. പുതിയ നിയമത്തിനകത്ത് ചരിത്രമുണ്ട്, 21 ലേഖനത്തിനകത്ത് ഉപദേശമുണ്ട്, പ്രവചന പുസ്തകമായി നമുക്കൊരു വെളിപ്പാട് പുസ്തകമുണ്ട്. വളരെ ചിട്ടയായി ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിന്റെ ഈ 3 ഭാഗങ്ങളിലും ഒരേ തൂലികയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരൊറ്റ അപ്പോസ്തലനേ ഉള്ളൂ. ആ മനുഷ്യനാണ് യോഹന്നാൻ. കാരണം യോഹന്നാൻ പുതിയ നിയമത്തിനകത്ത് ആദ്യത്തെ 5 ചരിത്രത്തിനകത്ത് തന്റെ തൂലിക ചലിപ്പിച്ചു. അതാണ് യോഹന്നാൻ സുവിശേഷം. പിന്നീട് നാം കാണുന്നതായ ആ ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ലേഖനത്തിനകത്തും യോഹന്നാന്റെ തൂലികൾ ചലിച്ചു. യോഹന്നാൻ 1 യോഹന്നാൻ 2 യോഹന്നാൻ 3 യോഹന്നാൻ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതേ മനുഷ്യൻ തന്നെ പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നുകൊണ്ട് വെളിപ്പാടെന്ന പ്രവചന പുസ്തകവും തന്റെ തൂലികയിൽ കൂടി വെളിപ്പെട്ടു. 3 ഭാഗങ്ങൾ ഒരുപോലെ
ലഭിച്ച ഒരു വലിയ വ്യക്തിയാണ് യോഹന്നാൻ. ആ യോഹന്നാൻ വിളിച്ചു പറയുകയാണ് 8-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. പഴയ നിയമത്തിൽ അനേക പേരുകൾ കഥാചരിത്രങ്ങൾക്ക് കാണുവാൻ കഴിയും. യഹോവ റാഫ, യഹോവ നിസി, യഹോവ മഖ്ദേശ്, എന്നിങ്ങനെ അനേക പേരുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. എൽ ശദ്ദായ് കഥാവിന്റെ ഒരു ഭയങ്കര പേരാണ്, സർവശക്തനായ ദൈവം. ആ ദൈവം സ്തോത്രം ഇതാ മോശയുടെ മുൻപിൽ വെളിപ്പെടുമ്പോൾ മോശ ന്യായമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുറപ്പാട് 3-ാം അധ്യായം താഴോട്ട് പഠിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ന്യായമായ ചോദ്യം. ആ ചോദ്യം ഇങ്ങനെയാണ്, ദൈവമേ, നീ മുഖാന്തരം ഞാൻ ഇതാ ഇസ്രായേൽ ജനത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ഫറവോന്റെ കീഴിൽ കിടക്കുന്നതായ അടിമകളായി കിടക്കുന്ന നമ്മുടെ ജനത്തെ ഞാൻ വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. എന്നാൽ ആ ജനം നാളെ നിങ്ങളോട് ചോദിക്കും, നാളെ എന്നോട് ചോദിക്കും, ഈ ദൈവം ആരാണ്? ഈ ദൈവം എങ്ങനെയുള്ളവനാണ്? എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല, ശബ്ദമാണ് ഞാൻ അനുഭവിക്കുന്നത്, സാന്നിധ്യമാണ് ഞാൻ അനുഭവിക്കുന്നത്, അങ്ങ് എങ്ങനെയുള്ളവനെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് അവരോട് മറുപടി കൊടുക്കുക? ആ ചോദ്യത്തിന് ഉത്തരമായി ദൈവം ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, മോശേ, ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു. ഞാനാകുന്നു. ഞാൻ അത് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ലക്ഷോപലക്ഷമായ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവനാണ് ദൈവം. നല്ല നേത്രം കൊണ്ട് സൂര്യനെ നോക്കുവാൻ കഴിയാതെ വണ്ണം സൂര്യനെ സൃഷ്ടിച്ചവനായ ദൈവം, ചന്ദ്രനെ ഉണ്ടാക്കിയവനായ ദൈവം, സകലമായ ചലനാചലങ്ങളെ ഒറ്റവാക്കിനാൽ സൃഷ്ടിച്ചവനായ ദൈവം ഒരിക്കലും പറഞ്ഞില്ല ഞാൻ അതിനെ പോലെ ഇരിക്കുന്നു എന്ന്. ഞാൻ സൂര്യനെ പോലെയോ ചന്ദ്രനെ പോലെയോ എന്റെ സൃഷ്ടികളിൽ മറ്റുള്ളതിനെ പോലെ ഇരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞില്ല. കാരണം ഞാൻ അതിനെ പോലെ അല്ല ഇരിക്കുന്നത്. ഞാൻ മൃഗത്തെ പോലെയോ പക്ഷിയെ പോലെയോ ഇഴജാതിയെ പോലെയോ മനുഷ്യനെ പോലെ അല്ല. ഞാൻ സർവശക്തനാണ്. എനിക്ക് തത്തുല്യമായി മറ്റൊന്നില്ല. ഞാനാകുന്നവൻ, ഞാനാകുന്നു. ആ ദൈവം നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ വേഷത്തിൽ മനുഷ്യനായി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂപരത്തിൽ ഇറങ്ങി വന്നു. എനിക്ക് 2 ആൾ പറയുന്നു, ദൈവത്തോടുള്ള സമത്വം അത് മുറുകെ പിടിച്ചുകൊള്ളേണമെന്ന് വിചാരിക്കാതെ ദാസവൈഷപ്പും അനുസരണയുള്ളവനായി തന്നെത്താൻ താഴ്ത്തി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്നവനായ ദൈവം ഭൂപരത്തിൽ നിന്നുകൊണ്ട് 8 പ്രസ്താവനകൾ പ്രസ്താവിച്ചു. ആ 8 പ്രസ്താവനകൾ യോഹന്നാൻ പറയുന്നു. യോഹന്നാൻ 4:24 ഞാൻ ആത്മാവാകുന്നു. ആ ഞാൻ ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. കാരണം ഞാൻ ചത്ത ദൈവമല്ല, ഞാൻ ജീവനുള്ള ദൈവമാണ്. ജീവിക്കുന്നവന് ജീവനുള്ള ദൈവത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നവൻ ചത്തതിനെ പോലെ ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവമക്കൾ ആത്മാവിലും സത്യത്തിലും ഭയങ്കരിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത്. ചത്തവനെല്ലാം ശ്രമിക്കുകയും നടക്കുമ്പോൾ ജീവനുള്ള ഫലമല്ല, ജീവനുള്ള ദൈവം. ആ ജീവനുള്ള ദൈവമായതുകൊണ്ട് ചത്തവൻ ജീവിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കും മൗനമായിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സത്യവും പഴയ നിയമത്തിൽ പ്രാകാരത്തിൽ ജീവനുള്ള മൃഗത്തെയാണ് കൊല്ലുന്നത്. അർത്ഥം രക്തം പുറത്തു വരണം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാതൊരു യാഗമൃഗമില്ല, പകരം മറ്റൊരു നമുക്കായി രക്തം ചൊരിഞ്ഞു. അതിനെ നദിയായി നാം ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുന്നു. ആ യോഹന്നാൻ 6:35 പറയുന്നു, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ എന്നൂലം ജീവിക്കുന്നു. യോഹന്നാൻ 8:12 നമ്മുടെ കുടിവാക്യത്തെ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരുന്നു. യോഹന്നാൻ 10:9 ഞാൻ വാതിൽ ആകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കുന്നു. യോഹന്നാൻ 10:11 പറയുന്നത് ഞാൻ നല്ല ഇടയൻ ആകുന്നു. ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ വിലയേറിയ ജീവനെ കൊടുക്കുന്നു. യോഹന്നാൻ 11:25 ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 14:6 പറയുന്നു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 15:1 ഒടുവിലത്തെ പ്രസ്താവന, ഞാൻ
അല്ലാത്തതൊക്കെ ഞാൻ വെട്ടുമ്പോ എന്നിൽ കായ്ക്കുന്നതോ അധികം ഫലം കായ്ക്കേണ്ടതിനാണ്. ഇന്ന് പകലിൽ അകത്തിരിക്കുന്ന ചിലതിനൊക്കെ ചെറിയ ചന്തലും വെട്ടലും വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ തീർക്കാനല്ല ദൈവത്തിന്റെ ഉദ്ദേശം. നിന്നിൽ നിന്നും അധികം ഫലം പുറപ്പെടുവോ, നിന്നിൽ നിന്ന് നന്മ പുറപ്പെടുവോ. നീ ആ ചന്തലിന്റെ അനുഭവത്തിലൂടെ കയറി പോകുമ്പോൾ മനസ്സിലാക്കണം, എന്റെ സഹോദരൻ, എന്റെ മകനെ, മകളെ, നിന്നെ ഞാൻ അതുവഴി അനുവദിച്ചത് കാരണം നിന്നിൽ നിന്നുള്ള ഫലം സാക്ഷാൽ മുദ്ര വെട്ടി. എന്റെ പിതാവ് തോട്ടക്കാരൻ. അവിടെ നിർത്തിക്കൊണ്ട് ഈ രണ്ട് പ്രസ്താവനകളിൽ നിന്നുകൊണ്ട് സ്തോത്രം, ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് വേഗത്തിൽ പറയട്ടെ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. എന്റെ പ്ലസ് ടു വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് വെക്കേഷൻ ഞാൻ ഇരിക്കുമ്പോഴാണ് ആദ്യമായി ദൈവവചനം കാണുന്നത് അല്ലെങ്കിൽ വായിക്കുവാൻ എനിക്കൊരു അവസരം ലഭിക്കുന്നത്. എന്നാൽ എന്റെ പ്ലസ് ടുവിന് ഞാൻ പഠിക്കുമ്പോൾ സ്തോത്രം, എനിക്കൊരു മനോഹരമായ ഒരു സബ്ജക്ട് ഉണ്ട്, ലൈറ്റ് ഓഫ് ഏഷ്യൻ കോണ്ടിനെന്റ്, ഭൂഖണ്ഡങ്ങളുടെ വെളിച്ചം. ആര് ആണ് എന്ന് ഞാൻ പഠിച്ചത് ശ്രീബുദ്ധനെയാണ് കാണുന്നത്. ലോകസ്വന്തം ഏഷ്യൻ കോണ്ടിനെന്റിന്റെ വെളിച്ചമായി ശ്രീബുദ്ധനെ കണ്ട് ഞാൻ അത് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അവധിക്കാലത്ത് എന്റെ കടകളിൽ കിട്ടിയ ബൈബിളിൽ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ കിടക്കുന്നു, യേശു ലോകത്തിന്റെ വെളിച്ചം. അവൻ ഒരിക്കലും ഒരു സംഘടനയുടെ വെളിച്ചമെന്നല്ല പറഞ്ഞത്, ഒരു പ്രസ്ഥാനത്തിന്റെ വെളിച്ചമെന്നല്ല, ഒരു രാജ്യത്തിന്റെ വെളിച്ചമെന്നല്ല, ഒരു ഭൂഖണ്ഡത്തിന്റെ വെളിച്ചമെന്നല്ല. ഈ ഭൂഖണ്ഡത്തിൽ 5 മൺകരങ്ങൾ ഉണ്ട് എങ്കിൽ ഈ ലോകത്തിന്റെ വെളിച്ചമാണ് എന്റെ കർത്താവ്. ഓ സ്വന്തം, അങ്ങനെയാണെങ്കിൽ അതേ കർത്താവ് പറഞ്ഞു, സ്വന്തം ഞാൻ വെളിച്ചം തന്നെ എങ്കിലും നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. അതേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. എങ്ങനെയാകുവാൻ കഴിയും? സ്വന്തം രാത്രിയിൽ വാഴുവാൻ ദൈവം ചന്ദ്രനെ ഉണ്ടാക്കിയിരിക്കുന്നു. ഓ സ്വന്തം, സ്കൂളിൽ പഠിക്കുന്ന സ്വന്തം എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്നായി അറിയാം, ചന്ദ്രൻ സ്വയമായി പ്രകാശിക്കുന്നതേ ഇല്ല. കാരണം മറുഭാഗത്ത് ഒരു സൂര്യൻ ഉള്ളത് കൊണ്ടാണ് രാത്രിയിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നത് എന്ന് പറയുന്ന പോലെ നീതി സൂര്യനായ ഒരു ദൈവം മറുഭാഗത്ത് ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്തിൽ നാം വെളിച്ചമായി ഇവിടെ നിൽക്കുന്നത്. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ പ്രതിച്ഛായ ആ നാവിൽ ഭൂമിയിൽ ദൈവം നമ്മളെ നടന്നു. അതേ വെളിച്ചം നമ്മിലൂടെ ഒരു ലക്ഷം ആളുകളെ കത്തുന്ന നരകത്തിൽ നിന്ന് വലിച്ചു പുറത്തു കണ്ടെത്തുവാൻ ദൈവം നമുക്ക് കൃപയാൽ ഭാഗ്യം നൽകി. അപ്പോൾ ആ കർത്താവ് വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ കർത്താവ് സ്തോത്രം, അതെങ്ങനെ സ്തോത്രം, ഇതാ ഒരു ഭാഗത്ത് തിയറി ഉണ്ടെങ്കിൽ മറുഭാഗത്ത് പ്രാക്ടിക്കലുമുണ്ട്. യേശു ഓരോ വാക്ക് പറഞ്ഞെങ്കിൽ അത് മനസ്സിലാക്കുവാൻ പ്രാക്ടിക്കലും എടുത്തു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം, തിയറിക്കൽ മാർക്കുണ്ട്, പ്രാക്ടിക്കലിന് മാർക്കുണ്ട്. തിയറി അറിയാം, പ്രാക്ടിക്കലിലേക്ക് സകലത് പോയി. ഈ പ്രാക്ടിക്കൽ അറിയാം, തിയറി എഴുതുവാൻ കഴിവില്ലെങ്കിൽ അതിനും മാർക്ക് കുറവാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. എങ്ങനെ പ്രമാണം കഴിയും? യോഹന്നാൻ സുവിശേഷം 9 അധ്യായം പഠിക്കുമ്പോൾ ഒരു കുരുടനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരു കുരുടനായ മനുഷ്യൻ. ആ മനുഷ്യന് പേര് ബൈബിളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല, പക്ഷെ സ്ഥലപ്പേരിലാണ് അറിയപ്പെടുന്നത് യെരൂശലേമിലെ കുരുടൻ. ധാരാളം കുരുടന്മാരെ യേശു സൗഖ്യമാക്കിയിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷെ സ്ഥലപ്പേരിൽ അറിയപ്പെടുന്ന 3 പേര് ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന് ബെത്സയിദയിലെ കുരുടൻ, മറ്റൊന്ന് യെരിഹോവിലെ കുരുടൻ, മറ്റൊന്ന് യെരൂശലേമിലെ കുരുടൻ. 3 പേരുടെയും ആ വിഷയം ഒന്നാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിഷയം കാണാം, അതേ വിഷയമായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ തൊട്ട് അടുത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അകലെ ഇരിക്കുന്നവർക്ക്. പക്ഷേ ദൈവം ഒരിക്കലും കാർബൺ കോപ്പി പോലെ നിങ്ങൾക്ക് ചെയ്ത അതേപോലെ അവർക്ക് ചെയ്യണമെന്നില്ല. അതേ വിഷയമായിരിക്കും, പക്ഷെ വിവിധ ആംഗിളിൽ നിന്നായിരിക്കും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. 3 പേരുടെയും ആവശ്യം ഒന്നാണ്, ഞങ്ങൾക്ക് കാഴ്ച പ്രാപിക്കണം. കുരുടനായ യേശു സൗഖ്യമാക്കിയത് എങ്ങനെയാണ്? നീ പട്ടണത്തിൽ കിടന്നാൽ നിന്റെ കണ്ണ് തുറക്കത്തില്ല. ഈ പട്ടണത്തിൽ കിടക്കുന്നവരോളം കാലം നീ കുരുടനായിരിക്കും. അതുകൊണ്ട് അവന്റെ കണ്ണിന് കാഴ്ച വേണോ? നീ വാ, പട്ടണത്തിന്റെ പുറത്തേക്ക് പോകാം. പട്ടണത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവനെ അവിടെ വെച്ച് സൗഖ്യമാക്കി. അവന്റെ യാത്രയുണ്ടായിരുന്നു. ആ യാത്രയിൽ നിന്നാണ് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ചിലവർ പുറത്തിറങ്ങിയാലെ കാണേണ്ടതുപോലെ കാണത്തുള്ളൂ. ചിലവർ പുറപ്പെട്ടാൽ മാത്രമേ കർത്താവിനെ കാണുവാൻ കഴിയത്തുള്ളൂ. നീ ആ ബന്ധനത്തിൽ കിടന്നാൽ, നീ ആ ഇരുട്ടിൽ കിടന്നാൽ നിനക്ക് ദൈവത്തിന്റെ പ്രതീക്ഷായ കാണാൻ കഴിയത്തില്ല, ദൈവ സാന്നിധ്യം കാണുവാൻ കഴിയത്തില്ല. ചിലവർ ആ ഭാരത്തിനെ വിട്ടേ പറ്റത്തുള്ളൂ, ചിലവർ ആ വിടേണ്ടതിനെ
ശക്തി അവനിൽ വെളിപ്പെട്ടു. എന്നാൽ മറുഭാഗത്ത് യെരിഹോവിലെ ഒരു കുരുടനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ പുസ്തകം യേശു പട്ടണത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഭയങ്കരമായ ആരവാര ഘോഷങ്ങൾ ഒഴുകുകയാണ്. നസ്രയനായ യേശു ഇതുവഴി പോകുന്നു. എല്ലാവരും പറയുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ സ്ഥലത്തേരിലാണ് അറിയപ്പെടുന്നത് നസ്രയനായ യേശു ഇതുവഴി കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവരും ഭയങ്കരമായി യേശുവിന്റെ അടുക്കിലേക്ക് തിക്കും തിരക്കുമാണ്. എന്നാൽ എന്താണ് ഈ തിക്കിന് കാരണമെന്ന് ഒരു മരച്ചുവട്ടിലിരിക്കുന്ന യെരിഹോവിലെ കുരുടൻ ചോദിക്കുകയാണ്. അവന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, അവനെ പുതച്ചിരിക്കുന്ന ഒരു പുതപ്പുമുണ്ട്. ഈ രണ്ട് വസ്തുക്കളുമായി അവൻ അവിടെ ഇരിക്കുമ്പോൾ എന്താ ഈ തിരക്ക്, എന്താ ഈ ബഹളം എന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുക, ഈ മനുഷ്യനോട് ജനം പറയുകയാണ്, നസ്രയനായ യേശു ഇതുവഴി പോകുന്നു. നിങ്ങൾ കേൾക്കുക, നസ്രയനായ യേശു ഇതുവഴി പോകുന്നു. ഇവൻ ചാടി എഴുന്നേറ്റ് ഇവൻ വിളിച്ചു പറഞ്ഞത് നസ്രയനായ യേശുവേ എന്നല്ല. ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ. നിങ്ങൾക്കറിയാൻ കഴിയുന്നത് കഴിഞ്ഞ 3 വർഷത്തെ എക്സ്പീരിയൻസ് അടിച്ച നസ്രത്തുകാരന് ഞാൻ വർഷങ്ങളായി കാത്തിരിക്കുക. കാരണം യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ സന്തതി ഭൂമിയിൽ ജനിക്കും. അവൻ വരുമ്പോൾ ദരിദ്രർക്ക് സ്വാതന്ത്ര്യമാകും, വ്യക്തന്മാർക്ക് വിടുതലുണ്ടാകും, കുരുടന്മാർക്ക് കാഴ്ച ഉണ്ടാകും. ആ വാക്കിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇവരുടെ വിശ്വാസത്തിൽ ഹൃദയത്തിൽ ആഗ്രഹത്തോടെ കാത്തിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്നത് കഴിഞ്ഞ 3 വർഷത്തെ എക്സ്പീരിയൻസ്. ക്രിസ്തുവിന് 800 വർഷങ്ങൾക്ക് മുമ്പ് ഭൂപരപ്പിൽ ജീവിച്ചിരുന്ന യെശയ്യാവ് പറഞ്ഞു, അവൻ ഈ ലോകത്തിൽ വെളിപ്പെടും. അവൻ ആരാണ്? അവൻ ദാവീദിന്റെ സന്തതിയാണ്. അവൻ എങ്ങനെ വെളിപ്പെടും? അവൻ ഈ ഭൂമിയിൽ വെളിപ്പെട്ട ആ കുരുടന്മാർക്ക് നിശ്ചയമായ കാഴ്ചയുണ്ടാകും. ഇന്ന് രാത്രിയും സ്വന്തപൂർവ്വമേവ കണ്ണുകൾ തുറന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഹൃദയത്തിന്റെ ദൃഷ്ടി അടഞ്ഞിരിക്കുന്ന അനേകം നമ്മുടെ ചുറ്റിലും കാണുവാൻ കഴിയും. അവർക്ക് പുസ്തകങ്ങൾ വായിക്കുവാൻ കഴിയുന്നു, പത്രങ്ങൾ വായിക്കുവാൻ കഴിയുന്നു, എല്ലാം നല്ല നേട്ടം പോലെ അവർക്ക് കാണുവാൻ കഴിയുന്നു. പക്ഷേ കാണേണ്ടവർക്ക് കാണുവാൻ കഴിയുന്നില്ല, വായിക്കേണ്ടവർക്ക് വായിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ കണ്ണിനെ ഈ ലോകത്തിലെ ദൈവം മൂടി വെച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. ഈ ലോകത്തിലെ ദൈവം സ്തോത്രം അംഗീകരിക്കുമ്പോൾ യേശു യെരൂശലേമിലേക്ക് കടന്നു വന്നു. യോഹന്നാൻ 9-ാം അധ്യായം മുഴുവനും യെരൂശലേം കുരുടനെ കുറിച്ചാണ്. യെരൂശലേമിലെ കുരുടൻ സ്തോത്രം ഇതാ യേശുവിന്റെ അടുക്കൽ വരുന്നു. സ്തോത്രം ആ കുരുടനെ കണ്ടു. ഉടനെ ശിഷ്യന്മാർക്ക് ഒരു ചോദ്യം ഉയർന്നു. ചോദ്യം ഇതാണ്, കർത്താവേ പറഞ്ഞാലും ഇവന്റെ കുറ്റമാണോ ഇവന്റെ അപ്പന്റെ കുറ്റമാണോ? ബൈബിൾ വായിക്കുന്നവർക്ക് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. ഇവന്റെ കുറ്റമാണോ ഇവന്റെ അധികാര നാട്ടുകാരുടെ എന്നത്തെ ചോദ്യം നമ്മുടെ ഒരു ചെറിയ വിഷയം കാണുമ്പോൾ പ്രത്യേകിച്ചും സ്തോത്രം പെന്തക്കോസ്തുകാരാണെങ്കിൽ എങ്ങനെ കുത്താമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെ ഇവന്റെ പ്രശ്നമാണോ അതോ ഇവന്റെ അപ്പന്റെ പ്രശ്നമാണോ ഇവന്റെ കുടുംബക്കാരുടെ പ്രശ്നമാണോ ഇവന്റെ അപ്പന്റെ പ്രശ്നമാണോ ഈ സഭയുടെ വല്ല പ്രശ്നം കൊണ്ടാണോ ഇവരിത് വന്നത്? ഇതാണ് നാട്ടുകാർക്ക് അറിയേണ്ടത്. പക്ഷെ എന്റെ ദൈവം പറയുന്നു, ഇവന്റെ കുഴപ്പമല്ല, ഇവന്റെ അപ്പന്റെ കുഴപ്പമല്ല, ഇവന്റെ പാരമ്പര്യമല്ല, ഇതിന്റെ പിന്നിൽ ഒരു ദൈവനാമം മഹത്വപ്പെടുവാനുണ്ട്. ഏതൊരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. നീ പോകുന്ന ഗതശമനം എത്ര വലുതാണെങ്കിലും, നീ പോകുന്നതായ പണികളിൽ എത്ര വലിയ ഭൂമതിലുകൾ ഉണ്ടെങ്കിലും, വെല്ലുവിളിക്കുന്ന ഗോലിയാത്തുകൾ നിന്റെ മുന്നിലുണ്ടെങ്കിലും അതിന് പിന്നിൽ ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, ഇതിലൊരു ദൈവനാമ മഹത്വം വെളിപ്പെടുവാനുണ്ട്. ആ മനുഷ്യനിൽ ആ നീറുന്ന വേദനയുമായി ഇരിക്കുകയാണ്. ജനിച്ചു വീണിട്ട് ഇന്ന് വരെ പുറത്തൊക്കെ കണ്ടിട്ടില്ല. ഭിക്ഷ യാചിക്കുന്നവനാണ്. പക്ഷെ യേശുവിന് അവനെ കണ്ടപ്പോൾ മനസ്സറിഞ്ഞു. ഇതാ കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവൻ ദൈവപുത്രൻ എന്നും പേരിൽ ഇരിക്കുകയല്ല, അവൻ ജനത്തെ കണ്ടാൽ മനസ്സറിയും. ജനത്തെ കണ്ടാൽ മനസ്സറിയും. ഞങ്ങളെ പോലെ നന്നായി പ്രസംഗിക്കാറിയാം, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിൽ ഒട്ടുമില്ല. എന്നാൽ ഇന്ന് പകൽ മനസ്സിലാക്കണമേ, ജനത്തെ കണ്ടാൽ മനസ്സറിയുവാൻ കഴിഞ്ഞാൽ ഞാൻ പറയും നിന്റെ പേരാണ് ദൈവത്തിലെ ദാസൻ. ദൈവ ജനത്തെ
പ്രസംഗ ഭാഷയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ സ്തോത്രം എന്താണോ നിങ്ങൾ അറിഞ്ഞത് അത് അറിയിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങളിൽ ഉണ്ടായാൽ അടുത്ത ദിവസം തൊട്ട് ദൈവം നിങ്ങളുടെ ഭാഷ ശൈലികളെ വ്യത്യാസപ്പെടും. നിങ്ങളെ അന്ന് വരെയും സ്വന്തം 10 പേര് കൂടിയാൽ കുറച്ച് വയ്ക്കുന്നവരാണ് ഞാൻ. സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് പോലും സംസാരിക്കാത്തവരാണ്. പക്ഷെ എപ്പോഴാണോ ദൈവം നിന്നെ തൊടുന്നത്, എപ്പോഴാണോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നത്, അപ്പോൾ മുതൽ ഈ ലോകത്തിന്റെ ഭയം നിന്നിൽ നിന്ന് മാറും. പകൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ധൈര്യം നിന്നിലേക്ക് വരും. അങ്ങനെ ഈ ആന്റി കർത്താവിനെ കുറിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് എന്റെ അമ്മയോട് പറയുവാൻ തുടങ്ങി. അല്പകാലം കഴിഞ്ഞപ്പോൾ എന്റെ അമ്മയിൽ ഭയങ്കര വ്യത്യാസം, എന്റെ സഹോദരിയിൽ ഭയങ്കര വ്യത്യാസം. അങ്ങനെ ഒരു പ്രത്യേകതയില്ല. ആരെയും ഒരാൾ വീട്ടിൽ അറിഞ്ഞാൽ മതി, കുടുംബം മൊത്തം ഇതിന്റെ പിന്നാലെ പോകും. പ്രാർത്ഥിച്ച പക്ഷെ ഞാൻ മാത്രം പോയില്ല. ഞാൻ വീട്ടാ പുള്ളിയാണ്. ഞാൻ ആ വീട്ടിൽ പോയില്ല. എനിക്കിവരെ ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഈ ക്രിസ്ത്യാനികൾ ഓരോപ്പർ പെന്തിക്കോസ് കേട്ടാൽ എന്റെ ഞാടി ഞരമ്പുകൾ അടിക്കും. എനിക്കത് ഇഷ്ടമേ അല്ല. സ്വന്തം അങ്ങനെ സ്വന്തം പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ ദൈവം പാടവടലം മാറ്റി. സ്വന്തം ഏത് ഗ്രൂപ്പിലാണോ ഞാൻ തള്ളിയതും വെറുത്തത് അതിനെ കൊണ്ട് തന്നെ ദൈവം നിർത്തി സംസാരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് സഭയാണോ പൗലോസേനയെ വന്നിരിക്കാൻ ഇറങ്ങി തിരിച്ചത്, അതേ സഭയെ നിന്റെ കരം കൊണ്ട് തന്നെ അതേ സഭയെ ബലപ്പെടുത്തുവാനുള്ള ലേഖന എഴുതുവാൻ പൗലോസേനയെ ഒരുങ്ങിക്കോ. നിങ്ങളുടെ സഭ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തും കാണുന്നതുപോലെയുള്ള ഓരോ വ്യക്തികൾ എന്നെ പോലെയുള്ളവർ. പക്ഷെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ വീട്ടിനകത്ത് ഒരു കുട്ടി പൗലോസുകൾ മനസ്സിലാക്കണം. ഞാൻ എന്റെ അമ്മയോട് തർക്കിക്കുവാൻ വാദിക്കുവാൻ തുടങ്ങി. നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, ഒന്നിനും കുറവുകളില്ല. പിന്നെ ഇതിന്റെ പുറകെ പോകണം. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ നമുക്കിത് മനസ്സിലാക്കണം. പക്ഷെ എന്റെ അമ്മയുടെ എന്റെ ചോദ്യത്തിലുണ്ട് എന്റെ അമ്മയ്ക്ക് മറുപടി തരാൻ കഴിയത്തില്ല. ഞാൻ അത്രയും ഭയങ്കരമായ ശബ്ദം ഉയർത്തിയാണ് സംസാരിക്കുന്നത്. എന്റെ അമ്മ അല്പനേരം കേട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഞാൻ പോകുന്നിടത്ത് നീ ഒന്ന് വന്നിരിക്കണം. അങ്ങനെയുള്ള നല്ല അമ്മമാരുണ്ട്. ഞാൻ പോകുന്നിടത്ത് മൗനമായിരുന്നപ്പോൾ ഈ സംഗതി ഞാൻ പോകുന്നിടത്ത് നിങ്ങൾ വന്നതാണ്. സ്വന്തം ഒറ്റയ്ക്ക് വരുന്നതല്ല ആരാധന. ഒരു പക്ഷെ നിന്റെ വീട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ നോ പ്രോബ്ലം. പക്ഷെ നിന്റെ വീട്ടിൽ സ്വന്തം 4 പേര് 4 സ്ഥലത്താണെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. സ്വന്തം എന്നാൽ മനസ്സിലാക്കുന്നത് ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരണം. ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരം കിട്ടും. സ്വന്തം അങ്ങനെ സ്വന്തം ട്രാൻഡർ പാളയം എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും പരിചയമാണ്. പാളയത്തിന് തൊട്ടടുത്ത് ബിഷപ്പേരിയ ഹോൾ. ആ ഹോളിൽ എല്ലാ സെക്കൻഡ് സാറ്റർഡേ വൈകുന്നേരം 3 മണി മുതൽ 7 മണി വരെ യോഗമുണ്ട്. ആ യോഗത്തിൽ എന്നെ ക്ഷണിച്ചു. ഞാനും പോയി. ഞാൻ പോകുമ്പോൾ തന്നെ എന്നെ ഞാൻ ഓൾറെഡി ഈ മുടിയനായ പുത്രൻ തലേ ദിവസം ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമല്ലോ. ഞാൻ നാളെ എന്റെ അപ്പനെ കാണുമ്പോൾ അപ്പാക്കാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഞാൻ നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ആക്കണമേ എന്ന് ഞാൻ എന്റെ അപ്പനോട് പറയുമെന്ന് പ്രിപ്പയർ ചെയ്ത് തലേ ദിവസം ഒരുക്കുന്നത് പോലെ ഞാൻ സ്വന്തം പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണോ ആ പ്രസംഗത്തിന് ഒന്ന് സ്കോയിൽ പെൻസിൽ മേടിക്കണം, വിഷം ചെയ്യണം, അളക്കണം, അതിന്റെ കുറവും കുറ്റവും കണ്ടുപിടിക്കണം, അതിന്റെ എല്ലാ സ്ഥാനങ്ങളും നോക്കണം എന്നൊരു നല്ല ബുദ്ധി ഉപദേശിച്ച് എന്റെ അമ്മയെ മടക്കിക്കൊണ്ടുവരാനാണ് ഞാൻ പോയത്. പക്ഷെ കയറിയപ്പോ തന്നെ ഞാൻ ആകപ്പാട് അത്ഭുതപ്പെട്ടു പോയി. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കാണുന്ന ഒരു ക്രിസ്ത്യയെ കൊണ്ടപ്പോൾ ഒരു പറ്റം ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അവരിൽ ഒരു ഭാഗം ആളുകൾ കരയുന്നുണ്ട്. അവർ ആരാധിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു. സ്വന്തം 1 പേരും ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ മുൻപന്തിയിൽ സ്വന്തം കുറച്ചു പേർ ആ സ്റ്റേജിലിരുന്ന് വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അല്പനേരം ഞാൻ ചുറ്റിലും നോക്കി എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എന്തിനാ ഇവർ കരയുന്നത് എനിക്കറിയത്തില്ല, എന്തിനാ ഇവർ കരകളുടെ സ്തുതിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന കാഴ്ചയാണ്. എന്നാൽ സ്വന്തം അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ മുന്നിലേക്ക് വന്നു. ആ മനുഷ്യകാരി പ്രകാരം പറഞ്ഞു, ഇതാ പ്രസംഗത്തിനുള്ള സമയമായി, പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ദൈവദാസൻ പ്രസംഗം ആരംഭിച്ചു. പ്രസംഗത്തിന്റെ ആദ്യത്തെ കുറിവാക്യം എന്തെന്ന് ചോദിച്ചാൽ ഇന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ആ പ്രസംഗത്തിന്റെ മധ്യത്തിൽ ആ മനുഷ്യൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എല്ലാവരും വന്ന് സൃഷ്ടികളുടെ മുന്നിൽ നമസ്കരിക്കുന്നു, സൃഷ്ടാവാകുന്ന ആരും തിരിച്ചറിയുന്നില്ല. താങ്കളെ എന്തുകൊണ്ടാണ് ഈ വാക്ക് പിടിച്ചു വിളിക്കുന്നത്? കാരണം എന്റെ കുടുംബജോത്സ്യൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് ജാതകത്തിന്റെ ദോഷങ്ങളുണ്ട്, എനിക്ക് സ്തോത്രം എല്ലാ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ശനിയുടെ അപഹാരങ്ങളുണ്ട്. ഞാൻ കൊടുത്തത് മൊത്തം ശാപമായി മാറും. ഞാൻ കയറുന്ന വീട് സ്തോത്രം ശരിയാകത്തില്ല. ഒന്നാം തീയതി ഇവനെ കണ്ടു കഴിഞ്ഞാൽ ആ 7 അയലത്ത് പോലും ഇവനെ കേൾക്കണം. നിങ്ങളുടെ കുടുംബം ഒരു
മാസം പ്രശ്നമാകും. അങ്ങനെ ഒരു പ്രശ്നത്തിൽ മേൽ പ്രശ്നമായിരിക്കുമ്പോൾ എന്റെ 12ാമത്തെ വയസ്സിൽ എന്റെ കുടുംബ ജോത്സ്യൻ പറഞ്ഞു, ഈ പ്രശ്നത്തിന് ഇവര് പരിഹാരമുണ്ട്. എന്തു ചെയ്യണം? ഉദിച്ചു വീഴുന്ന സൂര്യനെ കാണുമ്പോൾ ആ ഉദിച്ചു വീഴുന്ന സൂര്യന്റെ മുമ്പിൽ സൂര്യ നമസ്കാരം എടുക്കണം. സൂര്യ നമസ്കാരം എടുക്കണം. എത്ര നാൾ എടുക്കണം ജോത്സ്യനെ? സ്വന്തം ആ മനുഷ്യൻ പറഞ്ഞു, അതെനിക്ക് പറയാൻ പറ്റത്തില്ല, നിന്റെ പ്രശ്നം തീരുന്നത് വരെ നീ നമസ്കരിക്കണം. ഇത് കേട്ടിട്ട് 6 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് ഈ ദൈവദാസൻ പറയുന്നത്, എല്ലാവരും വന്ന് സൃഷ്ടികളെ മുന്നിൽ നമസ്കരിക്കണം. സൃഷ്ടാവിനെ ആരും തിരിച്ചറിയുന്നില്ല. ഞാൻ എന്റെ ദോഷങ്ങളും വേദനകളും പാവങ്ങളും ശാപങ്ങളും ഒക്കെ മാറുവാൻ ഉദിച്ചു വരുന്ന സൂര്യനോട് സൃഷ്ടിയെങ്കിൽ ആ സൂര്യനെയാണോ, ആ സൂര്യനെ ഉണ്ടാക്കിയവനായ സൃഷ്ടാവിനെയാണോ ഞാൻ ആരാധിക്കേണ്ടത്? മണിക്കൂറുകളുടെ പ്രസംഗം വേണ്ട ഒരാളുടെ ജീവിതത്തെ മാറ്റുവാൻ അകത്തലങ്ങളിൽ ദൈവമേ അറിയുവാൻ എനിക്കൊരു ആഗ്രഹമുണ്ടെന്ന് ഇന്ന് പകർന്ന് ആഗ്രഹിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനമാണോ? എന്റെ ഹൃദയത്തിന്റെ ആഴത്തിലൊരു ചോദ്യം ഉയർന്നു. സ്വന്തം ഞാൻ ഇത്രയും നാൾ നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു സൂര്യനൊരു സൃഷ്ടിയാണ്. എന്നാൽ ഞാൻ നമസ്കരിക്കുന്നത് സൂര്യനെയോ അതോ സൂര്യനെ ഉണ്ടാക്കിയ സൃഷ്ടാവോ? അങ്ങനെയാണെങ്കിൽ വലിപ്പം നോക്കി ആൾ ഉണ്ടാക്കിയവനാണ് അതിനേക്കാളും വലിയവൻ. അപ്പോൾ ഞാൻ നമസ്കരിക്കേണ്ടത് ആരെയാണ്? ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ഒരു ചോദ്യം വന്നു. പക്ഷെ ആരോട് പോയി ചോദിക്കുവാൻ എനിക്ക് ക്രിസ്തീയ സ്നേഹിതന്മാർ ആരും തന്നെയില്ല. അങ്ങനെ ഡിഗ്രിക്ക് 1ാമത്തെ വർഷം ഫസ്റ്റ് ഞാൻ പഠിക്കുന്നു. എൽജി കോളേജിൽ ഞാൻ കയറി നിൽക്കുന്നു. ആ കോളേജിൽ നിങ്ങൾക്ക് നന്നായി അറിയാം, അതൊരു ABVP കോളേജാണ്. അതിനകത്ത് ബൈബിൾ കൊണ്ട് കയറിയാൽ കയറി അവരുടെ കയ്യിൽ തീരുന്നു. അതിനകത്ത് സ്തോത്രമാക്കി ഇങ്ങനെയുള്ള ഒരു പരിപാടി നടക്കത്തില്ല. പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സിൽ മറ്റെല്ലാ സ്നേഹിതന്മാരും പുറത്തേക്ക് മാറിയിരുന്ന ഫ്രീ ആയി കിട്ടുമ്പോൾ മാറിയിരുന്ന മറ്റു പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുവൻ മാത്രം ഏറ്റവും പുറകിൽ പോയിരുന്ന അവന്റെ പോക്കറ്റിനകത്ത് നിന്ന് ബൈബിൾ എടുത്ത് വെച്ച് അവരെ നോക്കിയാൽ ബൈബിൾ വായിക്കുന്നത്. എപ്പോൾ നോക്കിയാലും അവനൊരു ബൈബിൾ വായിക്കുന്നത്. ഞാൻ സ്തോത്രം ഇതാ നോക്കിയപ്പോൾ അവനൊരു പ്രത്യേകതയുണ്ട്. അതിനേക്കാളും എന്നെ അത്ഭുതം, അവൻ ബൈബിൾ വായിക്കുന്നതല്ല, അവനൊരു ക്രിസ്ത്യാനിയല്ല, അവനൊരു ബ്രാഹ്മണനാണ്. ഒരു ബ്രാഹ്മണൻ ബൈബിൾ വായിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ്. അതേ ക്ലാസ്സിൽ മറ്റ് ക്രിസ്ത്യാനികൾ ഉണ്ട്. പക്ഷെ അവരെല്ലാം പല കാര്യത്തിൽ എൻഗേജ്ഡാണ്. പക്ഷെ ഇവൻ മാത്രം ബൈബിൾ വായിക്കുന്നു. ഞാൻ അവന്റെ അടുത്ത് എന്ന് പറഞ്ഞു എന്റെ രക്തം തിളച്ച് എന്റെ അകത്തളങ്ങളിൽ ഒരു ചോദ്യമുണ്ട് അന്ന് കേട്ട പ്രസംഗത്തിന്റെ ഭാഗം. എന്നാൽ ഇവന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എടാ മണ്ട, നീയല്ലാതെ ആരെങ്കിലും ഈ ബൈബിൾ വായിക്കും? കുലത്തിൽ നോക്കിയാൽ എന്നെക്കാൾ ശ്രേഷ്ഠ കുലമാണ് നിന്റത്. നീ ആരെന്നുള്ള ബോധ്യമെങ്കിലും നിനക്ക് ഒട്ടുമോ? ഈ വിദേശികളുടെ ക്രിസ്ത്യാനികളുടെ ബൈബിൾ എടുത്ത് വെച്ച് നീ തുറന്നിട്ട് വായിച്ചാലും നാട്ടുകാരെന്തോ വിചാരിക്കും, നീ ഒരു ബ്രാഹ്മണനല്ലേ? ഒരു ബ്രാഹ്മണന്റെ ആ ഒരു അഡ്രസ്, ആ ഒരു അന്തസ്സെങ്കിലും നീ കാണിക്കണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ അവനെ ഒന്ന് ചൊറിഞ്ഞു. പക്ഷെ അവൻ എഴുന്നേറ്റ് ശാന്തമായി നിന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പൊന്നെ രഞ്ജിത്തെ, ഞാനല്ല മണ്ടൻ, നീയാ മണ്ടൻ. ഞാൻ ചോദിച്ചു, ഞാനെങ്ങനെ മണ്ടനാകും? അവൻ എന്നോട് തിരിച്ചു പറഞ്ഞു, ബ്രഹ്മത്തെക്കുറിച്ച് അറിവുള്ളവൻ ആരോ അവൻ ബ്രാഹ്മണൻ. ബ്രഹ്മം ദൈവത്തെക്കുറിച്ച് യഥാർത്ഥ അറിവ് ആണെക്കൊണ്ടോ അവനാണ് ബ്രാഹ്മണൻ. ദൈവത്തെക്കുറിച്ച് യഥാർത്ഥ അറിവ് എഴുതിക്കൊണ്ട് ഞാൻ ചോദിച്ചു, അതൊക്കെ സ്വന്തം അവൾ പറഞ്ഞു, സ്വന്തം നിനക്ക് വേദങ്ങൾ അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് വേദം അറിയത്തില്ല. പലവരും ബൈബിൾ തുറന്നു വെച്ച് വായിക്കുന്നതേ ഉള്ളൂ. ക്രിസ്ത്യാനി എന്ന പേരേ ഉള്ളൂ. പക്ഷെ ക്രിസ്തുവുമായി യാതൊരു കുലബന്ധവും ഇല്ലാത്തതുപോലെ ഞാൻ പറഞ്ഞു, വേദം അറിയണമെങ്കിൽ സംസ്കൃതം അറിയണം. സംസ്കൃതമായി എനിക്കൊരു കുലബന്ധം പോലുമില്ല. സംസ്കൃത ഭാഷ എനിക്കറിയത്തില്ല. അവൻ പറഞ്ഞു, എനിക്കൊന്ന് സംസ്കൃത ഭാഷയെ അറിയാം, വേദങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. 4 വേദങ്ങൾ എനിക്ക് അറിയാം. വേദം, യജുർവേദം, സാമവേദം, അഥർവേദം. ഇങ്ങനെ വേദങ്ങൾ മുഴുവൻ ഞാൻ പരിശോധിച്ചു പഠിച്ചവനാണ്. എന്നാൽ ബൈബിൾ പറയുന്ന ദൈവം അതല്ല. ബൈബിൾ പറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ താഴഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവനെ കാണുവാൻ ഒരു മലയുടെ മുകളിലേക്ക് പോകണ്ട, ഒരു ഉയരങ്ങളിലേക്കും പോകണ്ട. പകരം അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. ഇന്ന് ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? സ്ഥലവും ഭൂമിയിലില്ല. പകരം നിങ്ങളെയാണ് ദൈവം വിശുദ്ധീകരിക്കുന്നത്. ആ സ്നേഹിതൻ
സ്തോത്രം ആ ദിവസങ്ങളിൽ എനിക്ക് സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പറഞ്ഞു തരുവാൻ തുടങ്ങി. ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിഗ്രിയുടെ 3 വർഷം ഇരുന്ന് ബൈബിൾ വായിക്കുവാൻ കൃപയാൽ എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചു. എന്നാൽ അതിന്റെ ആരംഭ സമയങ്ങളിൽ ഈ സ്നേഹിതൻ എനിക്ക് പറഞ്ഞെന്ന 3 വാക്യങ്ങൾ സ്തോത്രം എനിക്ക് നല്ല മനഃപ്പാഠമാണ്. ഒന്നാമത്തെ വാക്യം വായിക്കുക, ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകം സ്തോത്രം ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കാതെ നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളു. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിനെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി ഭാഷകളൊന്നും പ്രവർത്തിക്കരുത്. ഈ ആകാശസൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിന് കീഴെങ്ങുമുള്ള സർവ്വജാതികളും പങ്കിട്ടു കൊടുത്തിരിക്കുന്നു. ആകാശ സൈന്യമായ സൂര്യൻ, ചന്ദ്രൻ, ലക്ഷോപലക്ഷം നക്ഷത്രങ്ങൾ ഇവയെ കാണുമ്പോൾ നീ അവരെ സേവിക്കാനോ നമസ്കരിക്കുവാനോ മെനക്കെടരുത്, തുനിയരുത്. പകരം ഞാൻ അത് സകല മനുഷ്യർക്കും ഭൂമിയിലുള്ള സകല ജാതികൾക്ക് ഞാൻ പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കും പ്രാർത്ഥിക്കാത്തവനും നാളെ രാവിലെ സൂര്യൻ ഉദിക്കും. അത് നമ്മുടെ പ്രാർത്ഥന എഴുതുകൊണ്ടല്ല, പകരം ദൈവത്തിന്റെ വിശ്വാസതയാണ്. എല്ലാ ദിവസവും രാവിലെ കൂടാരത്തിൽ ഈ സാഹചര്യത്തിന്റെ മുന്നിൽ മന്ന പൊഴിഞ്ഞു വീഴുന്നത് അവർ മന്ന തരണമേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടല്ല, അത് ദൈവത്തിന്റെ സന്നിധിയിൽ അവർ യാത്ര പുറപ്പെടുമ്പോൾ ദൈവത്തിന്റെ വിശ്വാസതയായിരുന്നു മന്ന വരണമെന്നത് എന്ന് പറയുന്നത് പോലെ സൂര്യൻ ജാതികൾക്ക് വേണ്ടിയും സകലമായ ജാതികൾക്കും പങ്കിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നു. ഈ സൂര്യനെ അല്ല നമസ്കരിക്കേണ്ടത്, ഇത് ഉണ്ടാക്കിയ ഒരു സൃഷ്ടാവിന്റെ കരം ഇതിന്റെ പുറകെയുണ്ട്. സത്യം ഒരു മേശ ഞാൻ കാണുമ്പോൾ, ഈ മേശ ഞാൻ കാണുമ്പോൾ മനസ്സിലാക്കണം, ഈ മേശ ഉണ്ടാക്കിയതായ ഒരു കാർപ്പൻ്റർ ഇതിന്റെ പിന്നിലുണ്ട്. അത് ആ മേശയല്ല, ആ ഭംഗിയുണ്ട്. ഈ മേശയല്ല ഞാൻ നമസ്കരിക്കേണ്ടത്, ഇതിനെ ഉണ്ടാക്കിയ ഒരു കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ആരാ പറയുന്നത്? മനുഷ്യർക്ക് ഭൂമിയിൽ ദൈവമില്ലായെന്നും ദൈവത്തിന്റെ പോലെ സങ്കല്പമില്ലായെന്നും ആരാ പറയുന്നത്? ഈ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്ക്, സകല സൃഷ്ടികളെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്ക്. അവിടെയെല്ലാം ദൈവത്തിന്റെ ഒരു കൈ വെപ്പ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവിടെയെല്ലാം ദൈവത്തിന്റെ ഒരു കൈ ഒപ്പ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവിടെയെല്ലാം ദൈവത്തിന്റെ ഒരു കരസ്പർശം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെ കൂടാതെ ഒന്നും ഗുണമായിട്ടില്ല. രണ്ടാമത് ആയ സ്നേഹിതർക്ക് പറഞ്ഞിരുന്ന രണ്ടാമത്തെ വാക്യം അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായം അതിലെ 22-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായം അതിലെ 22 മുതൽ താഴോട്ട്. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവന്റെ അടുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ലോകം അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവൻ ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. ആരാ ഈ മനുഷ്യൻ? പൗലോസാണ്. എവിടെയാണ് ഈ മനുഷ്യനെ കാണുന്നത്? അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായത്തിലാണ്. 3 കരം വെളിപ്പെട്ടു ഈ മനുഷ്യരെ. ഒന്നാമത്തെ കരം സൂര്യനെ വെളുക്കുന്നതായ വെളിച്ചം തന്റെ മേൽ വന്നടിച്ചു. ഒന്നാമത്തെ കരം. ആ കരം തൊടാതെ ആർക്കും ഈ ഹോളിലേക്ക് വരുവാൻ കഴിയത്തില്ല. ദൈവം നിന്നെ പറഞ്ഞു, നീ ദൈവത്തെ തൊടുന്നതിന് മുമ്പാണ്, ഞാൻ ദൈവത്തെ തൊടുന്നതിന് മുമ്പാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിന് മുൻപായി തന്നെ ദൈവം എന്നെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് സ്വന്തം ഈ രക്ഷയുടെ പെട്ടകത്തിനകത്തേക്ക് കയറുവാൻ കഴിഞ്ഞത്. സ്വന്തം ദൈവമാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. കേൾക്കണം. സ്വന്തം ഇതാ അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയായിരുന്നു? ദൈവസഭയെ ഉപദ്രവിക്കുന്നവനായിരുന്നു. ആ മനുഷ്യൻ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ നിന്ന് അധികാര പത്രവുമായി ദൈവസഭയെ ഉന്മൂലനാശം
ചെയ്യണമെന്ന് തയ്യാറെടുപ്പുമായി യാത്ര തിരിച്ച് യെരൂശലേമിൽ എത്തുന്നതിന് മുമ്പ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന വെളിച്ചം തന്റെ ദൈവം നനച്ചു. ഒന്നാമത്തെ സ്പർശനം. രണ്ടാമത്തെ സ്പർശനം യെരൂശലേമിൽ ഒരു ശിഷ്യനുണ്ട്, പേര് അനന്യാസ്. അനന്യാസിനോട് ദൈവം പറഞ്ഞു, അനന്യാസ് നീ എഴുന്നേൽക്ക്, നിർവീതിയുള്ള തെരുവിലൂടെ യാത്ര ചെയ്യുക. അവിടുത്തെ സോസരാനെന്ന ശബ്ദരിപ്പുണ്ട്. അവൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഭൂമിയെ നോക്കി മനുഷ്യനെ നോക്കി ടെസ്റ്റിമോണി അറിയുക. അവൻ പ്രാർത്ഥിക്കുന്നു. അർത്ഥം ഭൂമിയിൽ ഒരുത്തൽ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. എന്താണ് പൗലോസിന്റെ പ്രാർത്ഥന? എന്നെ തൊട്ടതാണെന്ന് എനിക്കറിയണം. ഞാൻ ഇത്രയും കാലം പഠിച്ചിരുന്നതും മനസ്സിലാക്കിയിരുന്നതിനെയും വലിയവനായ ഒരു ദൈവമുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഗമാലിന്റെ മടിത്തട്ടിൽ ഇരുന്നുകൊണ്ട് മാമോശയുടെ പന്തിരുന്ന പുസ്തകങ്ങൾ മുഴുവൻ വരച്ചു വെച്ച് മുടിച്ച് പഠിച്ചവനാണ്. അടിയുന്ന പ്രവാചകന്മാരെ മുഴുവൻ എനിക്കറിയാം. പക്ഷെ അതൊന്നുമല്ല എന്നെ തൊട്ടത്. അതിന്റെ മറുപടി കൊണ്ട് സ്പർശനം എന്നെ തൊട്ടു. അവനെ എനിക്കറിയാം. രക്തസാക്ഷിയാകുന്നതിന് തൊട്ട് സെക്കൻഡ് വരെയും ഈ മനുഷ്യൻ ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് യേശുവിനെ അറിയണം. അതായത് രണ്ടാമത്തെ സ്പർശനം. അനന്യാസ് വന്ന് പൗലോസിനെ മേൽ കൈവയ്ക്കുന്നു. അവന്റെ യേശുവിന്റെ പുറമേയുള്ള കണ്ണ് അടഞ്ഞുപോയ പുറമേയുള്ള കണ്ണ് തുറന്നു. പക്ഷേ അവന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചു. അവന്റെ മേൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവൻ മാറ്റപ്പെട്ടു. തീർന്നില്ല, അവനിതാ യാത്ര പുറപ്പെടുകയാണ്. ആ തൊട്ട ദൈവത്തെ കുറിച്ച് അറിയാനുള്ള യാത്ര. ആ യാത്ര പുറപ്പെടുമ്പോൾ മൂന്നാമത്തെ ഒരു കരം വെച്ചുകൊണ്ട് ആ കരത്തിന്റെ പേരാണ് ബർന്നബാസ്. ബർന്നബാസിന്റെ കരമില്ലാതെ പൗലോസ് ഭൂമിയിൽ ജനിക്കത്തില്ല. ഇന്ന് പകൽ വാടി വരയിട്ട് പ്രാർത്ഥിക്കണം, മനസ്സിലാക്കണം. എവിടെയാണോ പൗലോസിനെ പോലെ സ്വന്തം ആവേശത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തൊട്ടടുത്ത വാക്കിതാണ്, ബർന്നബാസ് ജനിക്കാതെ ഒരിക്കലും പൗലോസുമാർക്ക് ഉണ്ടാകാൻ പറ്റത്തില്ല. ലോകത്തെ കീഴ്മേൽ മറിച്ചവനായിരുന്നു പൗലോസ്. പക്ഷെ പൗലോസിന്റെ സാക്ഷ്യവും പൗലോസിന്റെ പ്രസംഗവും യെരൂശലേമിലുള്ള മൂപ്പന്മാർക്കോ യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർക്കോ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അവർ ഭയപ്പെട്ടിരുന്നു. പക്ഷെ ബർന്നബാസ് കൈത്താങ്ങി, ബർന്നബാസ് കൂടെ നിന്നു. നിന്റെ വിഷയം നിന്റെ ദർശനവും എനിക്ക് നന്നായി മനസ്സിലായി. അതുകൊണ്ട് ഒരു ബർന്നബാസിന്റെ കരമുള്ളത് കൊണ്ടാണ് പൗലോസ് മൂർച്ച കൂടിയത്. 3 കരത്തിലാണ് പൗലോസ് പുറത്തേക്ക് ഇറങ്ങി വന്ന ഒരു സ്ഫോടനം പോലെ പ്രയോജനപ്പെട്ടത്. ഈ മനുഷ്യനെ പിന്നെ കാണുന്നത് 13-ാം അധ്യായത്തിലാണ്. 9-നും 13-നും ഇടയിൽ സ്വന്തം നായകനെ പഠിച്ചിരിക്കുന്നു. 14 വർഷം കടന്നുപോയി. 14 വർഷം കടന്നുപോയി. എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു പക്ഷേ സ്വന്തം മരുഭൂമിയിൽ എവിടെയാണ്ട് ആയിരുന്നു. അവിടെ വെച്ചായിരിക്കാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത്. അവിടെ വെച്ചായിരിക്കാൻ വെളിപ്പാടിന്റെ ആധിക്യത്താൽ നിറഞ്ഞത്. ദീർഘമായ ഇത്രയും കാലഘട്ടത്തിൽ ദൈവം അവനെ മറച്ചു വെച്ചിരുന്നു. ദൈവത്തിനെ മറച്ചു വയ്ക്കുന്ന സീസണിൽ നീ വിശ്വസ്തത പുലർത്തിയോ? ദൈവത്തിനെ പരസ്യമാക്കുന്ന ഒരു സ്ഥാനമാണ്. അന്ന് ദൈവം നിങ്ങളിലൂടെ ചിലത് പറഞ്ഞിരിക്കുമ്പോൾ എന്ത് വീഴും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലെ എന്ന് പാടി നീ വാടി കുഴഞ്ഞിരിപ്പാണെന്ന് ഈ ചൂടകത്തൂടെ നീ പുറത്തുവൻ. ഈ പ്രശ്നത്തിന്റെ നടുവിലൂടെ നീ പുറത്തുവൻ. പൗലോസിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം പഠിക്കുമ്പോൾ മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി 1-ാമത്തെ മിഷണറി യാത്ര. അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായം പഠിക്കുമ്പോൾ 2-ാമത്തെ മിഷണറി യാത്ര. 2-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസിന്റെ കൂടെയുള്ളത് ശീലാസാണ്. ആ യാത്ര പുറപ്പെടുമ്പോൾ ലോകം മുഴുവനും പോയി പ്രസംഗിക്കപ്പെടണം എന്ന് പറഞ്ഞ പൗലോസിനോട് 16-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, നീ ആസിയയിൽ പ്രസംഗിക്കണ്ട. നീ ഇന്ന സ്ഥലത്ത് പ്രസംഗിക്കണ്ട. ഏഷ്യയുടെ വാതിൽ അടഞ്ഞു. ആസിയ ഇന്നത്തെ ഏഷ്യൻ ഭൂഖണ്ഡ. ഏഷ്യയിൽ ഇനി നീ പ്രസംഗിക്കണ്ട. ഞാൻ പറയുന്നത് വരെയും ആ വാതിൽ അടയും. കാരണം ദൈവം പറഞ്ഞിട്ടാണ് ഒരു വാതിൽ അടയുന്നെങ്കിൽ നീ ഭയപ്പെടരുത്. ദൈവം പറഞ്ഞിട്ടാണ് ആ വാതിൽ അടഞ്ഞതെങ്കിൽ നീ ഭയപ്പെടരുത്. മറ്റൊരു വാതിൽ തമ്പുരാൻ തുറക്കരുത്. മറ്റൊരു വാതിൽ ദൈവം തുറക്കരുത്. ചില നന്മ നീ കാണാൻ ഭൂമിയിലെ നന്മയായിരിക്കും. പക്ഷെ ഈ ദൈവം പറയുന്നത് അനുസരിച്ച് ആ വാതിൽ നിനക്ക് തൽക്കാലം അടഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ ആ വാതിൽ തുറക്കാനല്ല, മറുവശത്ത് മറ്റൊരു വാതിൽ ദൈവം തുറക്കണം. ഈ മനുഷ്യന്റെ തൃപ്തിയിൽ വലിവച്ച് ദൈവസ്ഥിതിയെ പ്രാർത്ഥിക്കുകയാണ്. ഇവന്റെ ആശയിലൂടെ നടക്കുന്നു, മുസ്ലിയിലെത്തുന്നു, ഇവന്റെ ഭൂമിയിലെത്തുന്നു. തീർന്നില്ല, ഇവൻ പ്രോവാസിലെത്തി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന രാത്രിയിൽ ഈ മനുഷ്യൻ ഒരു സ്വപ്നം കാണുന്നു. എന്താണ് ആ സ്വപ്നം? സ്വപ്നമിതാണ് ഒരു മക്കതോനിയക്കാരനെ കൈമനുഷ്യൻ കൈകൂപ്പിക്കൊണ്ട് പൗലോസിനോട് പറയുന്നു, പൗലോസേ
ഞങ്ങളുടെ പട്ടണത്തിലേക്ക് വരിക. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ അത്ഭുതം തോന്നി. കാരണം ആ പട്ടണത്തിന്റെ പേരാണ് ഫിലിപ്പിയ. ആ പട്ടണം യൂറോപ്പിലാണ് ഫിലിപ്പിയായിരിക്കുന്നത്. ഏഷ്യയുടെ വാതിൽ അടയുമ്പോൾ, ഔഷധ ലോകത്തിൽ മറ്റുള്ള വാതിലുകൾ അടയുമ്പോൾ, ഔഷധ മറ്റൊരു വാതിൽ, യൂറോപ്പിന്റെ വാതിൽ തമ്പുരാൻ തുറന്നിട്ട് പൗലോസിനോട് പറയുന്നു, യാത്ര പുറപ്പെട്. ദൈവം തമ്പുരാന്റെ തലമുറകളോട് പറയും, ചില വാതിലുകളും ചില ഓഫീസുകൾ, ചില കോളേജുകൾ നിങ്ങൾക്ക് അറിഞ്ഞതിനായി നന്ദി. മറ്റൊരു സ്ഥലത്ത് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് ദൈവം പ്രിപ്പയർ ചെയ്യുന്നു. മറ്റൊരു സ്ഥലത്ത് ദൈവം പ്രിപ്പയർ ചെയ്യുന്നു. ഹല്ലേലൂയ. 18-ാം അധ്യായം 2 വർഷം പ്രവർത്തിച്ചു മുഖാന്തരം വരുന്ന സഭ. 19-ാം അധ്യായം 3 വർഷം പ്രവർത്തിച്ചുകൊണ്ട് എഫെസോ സഭ. 21-ാം അധ്യായം ഗ്രീസ് പോലെ ലാറ്റിൻ ഭാഗങ്ങൾ. 21-ാം അധ്യായം സുവിശേഷം നിമിത്ത കാരാഗ്രഹത്തിൽ. 23-ാം അധ്യായം സുവിശേഷം നിമിത്ത കാരാഗ്രഹത്തിൽ ഇരിക്കുന്ന പൗലോസിനെ തേടി ദൈവം കാരാഗ്രഹത്തിൽ ഇറങ്ങി. പൗലോസെ നീ യെരൂശലേമിൽ പ്രസംഗിച്ചതുപോലെ തന്നെ ഈ റോമിൽ നിൽക്കും. രാജാക്കന്മാരെ നിന്റെ വായനത്ര മൂർച്ച നീ കുട്ടിയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയാൻ നിനക്കൊരു യാത്രയുണ്ടെന്ന് പറഞ്ഞോ. ഈ കാരാഗ്രഹത്തോടെ നീ തീരത്തില്ല. ഈ കാരാഗ്രഹത്തിന്റെ മുമ്പിൽ തുടക്ക്. ഈ കാരാഗ്രഹത്തിനകത്ത് നീ പുറത്തു വരും. നിനക്കൊരു യാത്രയുണ്ട്. ആ മനുഷ്യൻ യാത്ര പുറപ്പെട്ടു. ആ മനുഷ്യൻ സ്വന്തം റോമിൽ കാലെടുത്ത് വെച്ച് ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം അത് ചെയ്യും. ആ മനുഷ്യൻ 17-ാം അധ്യായത്തിൽ തെസ്സലോനിക്കയിൽ വന്നു. 17-ാം അധ്യായത്തിലാണ് തെസ്സലോനിക്ക സഭയുടെ ആരംഭം. ആ സഭയിൽ തെസ്സലോനിക്കയിലെത്തി ശക്തമായ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. ശബ്ബത്നാളിൽ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് പ്രസംഗിക്കുന്നു. അവിടെ ഇരിക്കുന്ന സുവിശേഷ വിരോധികൾ ആഗ്രഹിക്കുന്നു ഈ മനുഷ്യനെ അവിടെ എടുത്തുകൊണ്ട് അഥേന എന്ന് പറയുന്ന സ്ഥലത്ത് വിട്ടു. ബെറോവയിലെത്തുന്നു. ബെറോവയിൽ നിന്ന് വീണ്ടും അഥേനയിലെത്തുന്നു. അഥേനയെ കാലെടുത്ത് വെച്ചപ്പോൾ അവിടെ നല്ലൊരു സ്ഥലമുണ്ട്. ഒരു നല്ല ഭംഗിയുള്ള ഒരു കുന്നുണ്ട്. ആരയോമക കുന്ന്. ആ കുന്നിന്റെ മുകളിൽ തന്നെ 1-ാമത്തെ പ്രസംഗ വിഷയം കിട്ടി. കാരണം ആരയോമക കുന്ന് മുഴുവനും സ്വന്തം വിഗ്രഹ മ്ലേച്ഛതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എവിടെയാണോ തിന്മ ഒരു വിശുദ്ധൻ കാണുന്നത്, എവിടെയാണോ മ്ലേച്ഛത ഒരു വിശുദ്ധൻ കാണുന്നത്, ആ മനുഷ്യന്റെ രക്തം ചുരഞ്ഞു. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഇവന്റെ ഹൃദയം രക്തം കൊണ്ട് പൊട്ടു. ഈ മനുഷ്യൻ സ്വന്തം അവിടെ നിന്നുകൊണ്ട് സ്വന്തം ഈ പ്രകാരം വിളിച്ചു പറഞ്ഞു, അഥേന പുരുഷന്മാരെ, നിങ്ങൾ സകലത്തിനും അതിഭക്തന്മാരെന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ മൊത്തം ഞാൻ ചുറ്റി നടന്നു. അപ്പോൾ ഞാനൊരു വേദിക്കല്ല് കണ്ടു. ആ വേദിക്കല്ലിന്റെ പേരാണ് അൺനോൺ ഗോഡ്. അർത്ഥം അജ്ഞാത ദേവൻ. അർത്ഥം നമസ്കരിക്കുന്നവരെ പോലും അറിയത്തില്ല ഇത് ആരാ പുള്ളി എന്ന്, ആരാ സംഗതി എന്ന് നമസ്കരിക്കുന്നവര് പോലും അറിയത്തില്ല. പക്ഷേ സ്വന്തം അവിടെ വെച്ച് പൗലോസിന് ഒരു പ്രസംഗം കിട്ടി. നിങ്ങൾക്ക് അറിവില്ലാത്തതിനെ കുറിച്ച് നമസ്കരിക്കുന്നു, ഞങ്ങൾ ഒരുവരെ അറിയുന്നു. അവിടെ വെച്ച് തുടങ്ങിയ പ്രസംഗമാണ്. അറിവില്ലായ്മയുടെ കാരണങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടേണ്ട. ഇതല്ലയോ ദൈവത്തിന്റെ ഇഷ്ടം. അവിടെ വെച്ച് ഒറ്റ പ്രസംഗമായിരുന്നു. ആ പ്രസംഗ ഭാഗമാണ് ഈ ബ്രാഹ്മണ സഹോദരൻ എന്നോട് പറഞ്ഞത്. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയവനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാമലാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അവൻ വാസം ചെയ്യുന്നില്ല. അവൻ സകലത്തിനും ഉള്ളവരെ പോലെ വിളിച്ചു വരുന്നവനാണ്. മനുഷ്യ കരങ്ങളാൽ അവൻ ഒരു ശുശ്രൂഷയും ആവശ്യപ്പെടുന്നില്ല. നീ കൊടുക്കുന്ന പായസമോ, നീ കൊടുക്കുന്ന കുന്തിരിക്കമോ, നീ കൊടുക്കുന്ന മഞ്ഞളോ, നീ കൊടുക്കുന്ന പാലോ, നീ കൊടുക്കുന്ന നിവേദികളോ ഒന്നും ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നില്ല. പകരം ദൈവമാരെന്ന് നീ തിരിച്ചറിയണം. ചിലർ പറയാണ് കുറച്ച് എണ്ണ കൊടുത്താൽ ദൈവത്തിന് പ്രസാദമാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ കൊടുക്കാൻ ടണ്ണ് കണക്കിന് ഞാൻ കൊടുത്തവനാണ്, കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന് പ്രസാദകരമാകണമെന്നില്ല. കാരണം ഈ ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള എണ്ണയെ ദൈവം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ നടുവിലാണ് കാക്കിലെയും അടക്കിലെയും ഒരുവിലെയും കൊടുക്കുന്ന ആ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്ന നടക്കുകയാണ്. ചിലവര്
പറയുന്നു, മെഴുകുതിരി കത്തിച്ചാൽ പ്രസാദകരമാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ 1000-ഓ 10,000-ഓ മെഴുകുതിരി കത്തിക്കാം. ഏത് നിമിഷം കത്തി എരിഞ്ഞ് തീരുന്ന മെഴുകുതിരിയാണോ എന്റെ ദൈവം? അല്ല. ഓസതം എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, അവന്റെ സൃഷ്ടിയാകുന്ന സൂര്യനെ ഒന്ന് നോക്കാൻ പോലും നമ്മളെ കൊണ്ട് കഴിയാതിരിക്കുമ്പോൾ 1000 സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെയാവുന്ന അവന്റെ ശോഭ. ആ മുഖത്തിന്റെ മുമ്പിലാണോ നീ മെഴുകുതിരി കത്തിച്ച് പ്രസാദിക്കുക നോക്കുന്നത്? നടക്കുകയില്ല. ചിലവര് പറയുന്നു വെടിവെഴിപാട് നടത്തിയാൽ ദൈവത്തിന് പ്രസാദകരമാണ്. അത് ഇന്ന സ്ഥലമെന്നില്ല, ഇന്ന സ്ഥലമെന്നില്ല, എല്ലായിടത്തും ഇപ്പോൾ വെടിവെഴിപാടാണ്. എന്നാൽ സ്വതം കേൾക്കാൻ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത 29-ാം സങ്കീർത്തനങ്ങൾ വരുമ്പോൾ അവന്റെ ശബ്ദം അടുക്കുന്നു, അവന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അവന്റെ ശബ്ദം ദേവദാരുക്കളെ തോൽപ്പിക്കുമാറാക്കുന്നു, അവന്റെ ശബ്ദം സീനായ് പർവ്വതത്തെ കിട്ടുകിടാക്കുന്നു. ശൂലമായതും ഭീകരമായ പർവ്വതം ഏകദിവസം കൂടിയിട്ട് കൊടുങ്കാറ്റ് കാഹളമാണ്. വാക്കുകളുടെ ശബ്ദം നിറഞ്ഞു നിൽക്കുന്ന സീനായ് പർവ്വതം പോലെ കിടുകിട ഉറപ്പിക്കുന്ന ഉറവണമായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം. ആ ശബ്ദത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഓടപ്പടക്ക് കാണിച്ച് ദൈവത്തെ സാധിക്കാൻ നോക്കുന്നത്. നടക്കുകയാണ്. ഞാൻ ചോദിച്ചതിന് എന്നാ കൊടുത്താല ഈ ബൈബിൾ പറയുന്ന ദൈവം പ്രസാദിക്കുന്നത് നീ ഒന്നും മുമ്പോട്ട് കൊടുക്കണ്ട, പകരം നീ നിന്നെ തന്നെ കൊടുക്കണം. ദൈവത്തിന് വേണ്ടത് നീ കൊണ്ടുവരുന്ന സാധനമല്ല, നിങ്ങളെയാണ് ദൈവത്തിന് വേണ്ടത്. നിന്നെയാണ് ഇന്ന് പകലെനിക്ക് വേണ്ടത്. ഈ പകല് ചിലതിന്റെ ഹൃദയത്തെ നോക്കി പരിശുദ്ധാത്മാവ് ചിലച്ചുകൊണ്ട് പറയുന്നു, നിന്നെയാണ് എന്റെ ദൈവത്തിന് വേണ്ടത്, നിങ്ങളെയാണ് എന്റെ ദൈവത്തിന് വേണ്ടത്. നീ കൊടുക്കുന്ന വസ്തുവകളല്ല. എന്റെ അപ്പന് 100 ഏക്കർ ഉണ്ട് എന്നിരിക്കട്ടെ, ഇല്ല ഉണ്ട് എന്നിരിക്കട്ടെ. രാവിലെ ആയപ്പോൾ ഞാൻ എന്റെ അപ്പനെ പുറത്തോട്ട് ഇറക്കിയിട്ട് അപ്പനോട് പറയുന്നു, അപ്പൊ 100 ഏക്കർ ഇപ്പുണ്ട്, ഇതിലൊരു 50 ഏക്കർ അപ്പൻ എടുത്തോ, ബാക്കി 50 എനിക്ക് മതി എന്ന് പറഞ്ഞാൽ അപ്പൻ എന്റെ പുറത്ത് ഉദിച്ചിരിക്കുന്നു. കാരണം എന്റെ അപ്പൻ പറയടാ, ഇത് മൊത്തം എനിക്കോ, ഇതൊന്നും നീ എടുത്ത് എനിക്കതാണ് എനിക്കോ. വാക്യം ഭൂമിയിൽ അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും ദൈവത്തിനുണ്ട്. ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. പുതിയ നിയമത്തിലെ ആരാധന അതാണ്, പുതിയ നിയമത്തിലെ യാഗവും അതാണ്. പഴയ നിയമത്തിലെ യാഗം മനുഷ്യമൃഗമെങ്കിൽ പുതിയ നിയമത്തിലെ ആരാധന യാഗമൃഗം നിങ്ങൾ ഓരോരുത്തരും. റോമർ 12:1 അങ്ങനെ പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാണ്, ജീവൻ വിശുദ്ധിയും സംബന്ധിച്ച് നിങ്ങൾ തന്നെ യാഗമായി സമർപ്പിക്കുകയും. നിങ്ങളാണ് യാഗമൃഗം, നിങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം, നിങ്ങളാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മറവിൽ മറയ്ക്കുന്നത്. ദൈവം ആ ദിവസങ്ങളിൽ എന്നോട് ഇടപെടുവാൻ തുടങ്ങി. പിന്നീട് 3 വർഷത്തിൽ നിന്ന് ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി, വിശ്വാസമുള്ള ഒരുത്തരും ദൈവത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരും ദൈവത്തെ ഉണ്ടാക്കാൻ കഴിയത്തില്ല. ഈ നേരംകുളത്ത് ആരെങ്കിലും ദൈവത്തെ ഉണ്ടാക്കാൻ കഴിയും, എനിക്ക് വരയ്ക്കാൻ കഴിയാം, മൈക്കിളേജിലേക്കാളും നന്നായി ഞാൻ വരയ്ക്കും, രാജാ രവിവർമ്മയേക്കാളും ഞാൻ നന്നായി വരയ്ക്കും എന്ന് പറയുന്നവർക്ക് ഞാൻ എന്റെ ദൈവത്തിന്റെ രൂപം പറഞ്ഞു തരാം. വരയ്ക്കാൻ പറ്റോ, കണ്ണുകൊത്താൻ പറ്റോ, ഉണ്ടാക്കിക്കോ, ഞാൻ രൂപം പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഔഷധം 17 മുള്ളുകൾ കൊണ്ടുള്ള തീരെ മെനഞ്ഞതായ മുൾതീരധാരിയായി കിടക്കുന്ന യേശുവല്ല ഞാൻ സേവിക്കുന്ന. ഇപ്പോൾ ഞാൻ പ്രഖ്യാപിക്കുന്ന യേശു അന്നവൻ കുഞ്ഞാളായിരുന്നു, അന്നവൻ മരിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത്. പക്ഷെ ഇനി അവൻ വരുന്നത് മരിക്കാനല്ല, ഇനി അവൻ വരുന്നത് രാജാവായി ഈ ഭൂമിയെ ഭരിക്കാനാണ്. ആ ദൈവത്തിന്റെ രൂപം ഒരുപാട് പുസ്തകം 1-ാം അധ്യായം കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശബ്ദ ഗുണങ്ങൾ കാണുവാൻ കഴിയും. അവന്റെ മുഖം സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ, അവന്റെ തലയെ തലമുടി ഹിമത്തോളം വെള്ളം, അവന്റെ കണ്ണ് ആകിരി സ്വാലിക്കൊത്തത്, അവന്റെ വായിൽ നിന്ന് ഇരുവാക്കുകളോ ഓളം പുറപ്പെടുന്നു, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ, അവന്റെ കയ്യിലെ നക്ഷത്രവും അഹിച്ചിരിക്കുന്നു, അവന്റെ മാറത്തം പൊങ്കച്ചവൻ അണിഞ്ഞിരിക്കുന്നു, അവന്റെ കാലൂരികൾ ചുറ്റൊഴിപ്പിച്ച വെള്ളോടികൾക്ക് സദൃശ്യം. ആ രൂപത്തിന്റെ 3 വർഷം കൂടുന്ന യോഹന്നാൻ പോലെ ആത്മവിരുദ്ധതയിൽ മരിച്ചവരെ പോലെ വീഴുന്നു.
അവനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അവരിലേക്ക് ചേരാനേ കഴിയുന്നുണ്ട്. 3 വർഷം ഇരുന്ന് വായിക്കുന്നത് മനസ്സിലാക്കി. മൂപ്പലിപ്പോ മാറിയിട്ടല്ല രഞ്ജിനാഥ് കർത്താവിനെ അറിഞ്ഞത്, ഏതോ കടഭാരം മാറിയിട്ടുമല്ല രഞ്ജിനാഥ് കർത്താവിനെ അറിഞ്ഞത്, തലവേദനയോ ഓപ്പറേഷനോ രോഗസൗഖ്യമോ വന്നിട്ട് മാറിയവനല്ല, എന്നിൽ വന്ന രൂപാന്തരം കർത്താവ് നേരിട്ട് ഇടപെട്ടതായിരുന്നു. ഇനി എന്റെ അനുഭവ സാക്ഷ്യം സെക്കൻഡ് പാർട്ടാണ്. ഇനി ഒരു അവസരത്തിൽ ഞാൻ പറയാം. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ചതായ ഭൂമിയിലേക്ക് കയറാൻ പറ്റുന്നത് 15 മണിക്കൂർ നിർത്തണം. ഇഷ്ടം ശ്രദ്ധിച്ചു. ഞാൻ വിശ്വാസത്തിലേക്ക് കിടന്നു. പക്ഷെ ഞാൻ അനുഭവിച്ച ആ ക്രിസ്തീയ അനുഭവം എന്റെ അപ്പൻ അറിയുന്നത്. എന്റെ അപ്പൻ വിദേശത്ത് ജോലി ചെയ്യുക. ഒരു ദിവസം അപ്പൻ വിളിച്ചു, അടുത്ത ആഴ്ച നാട്ടിൽ വരുന്നുണ്ടോ? സാധാരണ രീതിയിൽ വിദേശത്ത് അപ്പന്മാരുണ്ടെങ്കിൽ നാട്ടിൽ വരുന്നു എന്ന് കേട്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ അമ്മയെ തോന്നുന്നു എന്റെ സന്തോഷം വന്നു. കാരണം എന്റെ അപ്പൻ വീട്ടിൽ വന്നാൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, കുളിക്കും, ഒരുങ്ങും, നേരെ ഒരു പൂജാമുറിയിലോട്ട് പോകണം. ആ പൂജാമുറി ഞങ്ങളുടെ ബെഡ്റൂമിനേക്കാളും പോകും. അതിനകത്ത് സ്തോത്രം ആ പൂജാമുറിയിൽ പോയി ഏകദേശം ഒരു അരമണിക്കൂർ ഇരിക്കാതെ എന്റെ അപ്പന് സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന പൂജാമുറി ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അതിനകത്തുണ്ടായിരുന്നതായ സകലമായ വിഗ്രഹങ്ങളും ഫോട്ടോകളും വിളക്ക് കിട്ടി കർപ്പൂര ചന്ദന ഫോട്ടോ സമർത്ഥമായ സകലമില്ല സാമഗ്രികളും സ്തോത്രം 3 ചാക്കിനകത്ത് കെട്ടി കണ്ണമൂല തൊട്ടിൽ അർദ്ധരാത്രി 1 മണിക്കൂർ സ്നാനത്തിൽ. അത് സ്തോത്രം ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എവിടാണ്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് അപ്പൻ വീട്ടിൽ വന്ന പൂജാമുറി തുറക്കും, പൂജാമുറി ക്ലീൻ ഷേവ. ഇത് ആരാ ചെയ്തതെന്ന് അന്വേഷിക്കാൻ മിക്കവാറും എന്റെ പേര് പറയും. ഞാൻ വീട്ടിൽ വേണ്ടി വന്നു. ഇത് മേടിച്ചിട്ട് ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അടുത്ത ആഴ്ച അപ്പ വരുന്നു എന്തോ പറയും. ഇന്നും ഞാൻ ഓർക്കുന്നു, അടുക്കളയിൽ ഇരിക്കുന്ന അമ്മ എന്നോട് പറയുക, എടാ നിന്നെ കൊണ്ട് വരാമെങ്കിൽ നിന്റെ അപ്പനെയും കൊണ്ട് വരും. അപ്പൊ ഞാൻ ആരാ പുള്ളിയെ മനസ്സിലായല്ലോ. ആ ദിവസം വന്നു. ഞാൻ അപ്പന്റെ അടുക്കൽ അധികം സംസാരിക്കാറുള്ള പതിവില്ല. കാരണം ഞാൻ വളർന്ന സാഹചര്യത്തിൽ നല്ലൊരു ശതമാനം എന്റെ അപ്പൻ വിദേശത്തായിരുന്നു. ഓർമ്മയ്ക്കുന്ന കാലമുള്ള എന്നേക്കാൾ നീളമുള്ള വടിയാണ് എനിക്ക് ഓർമ്മ. അതുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ പോയില്ല. എന്റെ അമ്മയും സഹോദരികൾ വിളിച്ചോണ്ട് വന്നു. വീട്ടിനകത്ത് കയറി എന്തൊക്കെയോ വിളിക്കാതിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ ഏരിയയിൽ പോയി പുറത്തേക്ക് വന്നു. അപ്പൻ ചോദിച്ചു, എടാ രഞ്ജിത്തേക്ക് വാ, നീ എന്തുപാടെ ഇപ്പൊ ബൈബിളൊക്കെ കൊണ്ടുനടക്കുന്നു എന്ന് കേട്ടല്ലോ. നീ ഇപ്പൊ സാക്ഷിയൊക്കെ പറയോ? അങ്ങനെ ഈ CSI മക്കന്മാരെല്ലാം വിളിച്ചോണ്ട് പോകും സാക്ഷ്യം പറയിക്കാൻ. ഇപ്പൊ നല്ല ചെറുക്കനെ കിട്ടിയല്ലോ, വെടിയാടാണ് വിളിച്ചോണ്ട് പോകും. അങ്ങനെ സാക്ഷ്യം പറയും. നിന്റെ സാക്ഷി എനിക്കൊന്ന് കേൾക്കണമല്ലോ. ഇപ്പൊ എവിടെയാ പോകുന്നത് നീ? ഞാൻ പറഞ്ഞു, അവര് പോകുന്നത് ഞാനും പോകുന്നത്. കിട്ടുന്നെങ്കിൽ അവരോട് കിട്ടിക്കൊണ്ടു ചോദിച്ചാൽ അടുത്ത സാക്ഷി എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഉപ്പറാമുക്ക് പാലം എന്ന് പറയുന്ന ഒരു പാലമുണ്ട് വഞ്ചൂർ കോടതിയുടെ പുറകെ. അവിടെ ഒരു ഗതശമന പേർപ്പോളുണ്ട്, അവിടെയാ പോകുന്നത്. ആ നീ പോകുമ്പോ എന്നെ കൂടെ വിളി, എനിക്കും കേൾക്കണം നിന്റെ സാക്ഷി. ഞാൻ ആകപ്പാടെ പേടിച്ചു. ഞാൻ വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് അകത്ത് നടന്ന സർജറി. ഈ അകത്ത് നടന്ന സർജറി പറഞ്ഞു വലിപ്പിക്കാൻ പ്രയാസമാണ്. പുറത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണിക്കാം. ഇത് അകത്താണ് നടന്നത്. ഈ അകത്ത് നടന്നത് പറഞ്ഞു വലിപ്പിക്കാൻ പ്രയാസമാണ്. ഞാൻ ഇരുന്ന തലേ ദിവസം പ്രാർത്ഥിക്കുക, ദൈവമേ ഞാൻ എങ്ങനെയാ വന്നെന്ന് ദൈവനമ്പുരാൻ മാത്രമേ അറിയുള്ളൂ. എന്നെ തൊട്ട ദൈവം എല്ലാം അപ്പനും തുറന്നു. പിറ്റേ ദിവസം വൈകുന്നേരമായി ഞങ്ങൾ ആ ഹോളിലേക്ക് കയറി ചെന്നു. സ്വന്തം ആ ഹോൾ നിറച്ചും ആളുകൾ ഇരിപ്പുണ്ട്. സ്വന്തം ഏറ്റവും പുറകിൽ എന്റെ അപ്പൻ ഇരിപ്പുണ്ട്. ഞാൻ ഏറ്റവും മുന്നിലേക്ക് വന്നു. അവിടെ പ്രധാനപ്പെട്ട പ്രാസംഗികന്മാരും ഉണ്ട്. സ്വന്തം അതിനിടയിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് എനിക്ക് സാക്ഷ്യം പറയാൻ അവസരമുണ്ട്. ഇങ്ങനെ ഒരു ആളുണ്ട്, സ്വന്തം ഹൈന്ദവ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാണ് എന്ന് പറഞ്ഞ് സ്വന്തം എന്നെ മുന്നിലേക്ക് വിളിച്ചു. ഞാൻ അവിടെ നിന്നുകൊണ്ട് യേശുവിനെ കുറിച്ച് എന്നെ സാക്ഷിയായി ദൈവം നൽകുന്ന സമാധാനം എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് അനുഭവ സാക്ഷ്യം മുഴുവനും പറഞ്ഞു. ജനം മുഴുവൻ കൈയടിച്ച് ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് സ്തോത്രം പ്രാസംഗികം പ്രസംഗിച്ചു. ഇറങ്ങി എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ഏറ്റവും പുറകിലിരുന്ന എന്റെ അപ്പൻ മുന്നിലേക്ക് നടന്നു വരുന്നതിനാണ്. അത്ഭുതമെന്ന് പറയട്ടെ, സാധാരണ രീതിയിൽ അപ്പന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ കരയുന്നത് കണ്ടിട്ടുണ്ട്. ഇതിപ്പോ നേരെ തലതിരിഞ്ഞു, പൈപ്പ് തുറന്നുവിട്ടാൽ എങ്ങനെ വെള്ളം വരുമോ അതുപോലെ എന്റെ അപ്പൻ ഇരുന്ന് കരയുന്നുണ്ട്. ഇത് ചിലർക്ക് കരയുന്നത് പോലെ പൈപ്പ് തുറന്നുവിട്ടാൽ വെള്ളം വരുന്നത് പോലെ എന്റെ അപ്പൻ എന്റെ മുമ്പിൽ ഇരുന്ന് കരയുകയാണ്. മുന്നോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഓടി വന്നിട്ട് എന്നോട് പറയടാ
നിന്നെ തൊട്ട ദൈവം നിനക്ക് ഇത്രത്തോളം സമാധാനം തരുന്ന പറ്റും, നിനക്ക് ഇത്രത്തോളം സന്തോഷം തരുന്ന ഈ ദൈവത്തെ ഇന്ന് വന്ന് നമ്മളൊക്കെ സ്വീകരിക്കും. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരായി രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ആത്മനിർഭർ പ്രാപിക്കാൻ ഈ ദൈവത്തിന് അത് ഞാൻ മാത്രമേ ഉള്ളൂ കർത്താവിന് വേണ്ടി നിൽക്കാം, സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ആയിരുന്നു. എന്റെ അപ്പന്റെ അടുത്ത് നിന്ന് പറഞ്ഞു ഒറ്റ ആഗ്രഹം, അപ്പ എനിക്ക് സുവിശേഷ വേല ചെയ്യണം. അപ്പൻ ബുദ്ധിയായിട്ട് എന്റെ സ്തോത്രം പഠനം കഴിഞ്ഞു, എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, എന്റെ വിദേശത്തോട്ട് പറഞ്ഞു വിട്ടു. ഏകദേശം 7-8 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായി. അപ്പൊ ഇരിക്കുമ്പോഴും എനിക്ക് സമാധാനമില്ല. കാരണം അടുത്ത് വിളിയുള്ളവനെ എവിടെ വിട്ടാലും സമാധാനമാണ്. ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് സുവിശേഷ വേലയോ. അപ്പൊ എന്റെ അപ്പൻ വിശ്വാസിയായ എന്റെ അപ്പൻ പറയാ, അതാ നിന്നെ ഈ നാട്ടിൽ വന്നാൽ നിനക്ക് ആരെങ്കിലും നിനക്ക് വേദി തരും, നിന്നെ ആരെങ്കിലും അറിയൂ, നീ ഏതെങ്കിലും പ്രസ്ഥാനമായിട്ട് നിനക്ക് വല്ല ബന്ധമുണ്ടോ, ഏതെങ്കിലും പാസ്പോർട്ടായിട്ട് നിനക്ക് വല്ല ബന്ധമുണ്ടോ, ഏതെങ്കിലും ബൈബിൾ കോളേജിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ഇതൊന്നുമില്ല, പക്ഷെ എനിക്ക് സുവിശേഷം ഒന്നും എനിക്കില്ല, പക്ഷെ എനിക്ക് സുവിശേഷം ബാക്കിയെല്ലാം കച്ചവടം ചെയ്ത് വരട്ടെ. 2016 സ്തോത്രം ഞാൻ കർത്താവിന് വേണ്ടി പൂർണ്ണസമയ സുവിശേഷ വേല ചെയ്യുകയാണ്. എനിക്ക് ഉണ്ടായിരുന്ന ജോലി ഞാൻ റിസൈൻ ചെയ്തു. എനിക്ക് ഉണ്ടായിരുന്ന എല്ലാ നല്ല പൊസിഷനുകളും ഞാൻ മാറ്റിയത് ഈ കർത്താവിനെ എടുക്കുവാൻ കഴിയും. ഞാൻ ഇന്ന് പങ്കിൽ പറയട്ടെ, എന്റെ ദൈവം ആർക്കും കടക്കാരൻ അല്ല. എന്റെ ദൈവം ആർക്കും കടക്കാരൻ അല്ല. ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിൽക്കും. ഏറ്റവും ഉയരത്തിൽ നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള ദൈവത്തിന് എടുക്കലാണ്. ഏറ്റവും ഉയരത്തിൽ ഞാൻ പറയട്ടെ, ഈ പാർവതത്തിന്റെ ഉയരത്തിലാണോ അവിടെ എന്റെ ദൈവമുണ്ട്. ഈ താഴ്വരകളിൽ കൂടി നടക്കുന്നോ അവിടെ എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടരുത്, ഭാരപ്പെടരുത്, നീ വ്യാകുലപ്പെടരുത്. എന്റെ ദൈവം സകലരെയും നടത്തും. 10 മിനിറ്റ് വേഗത്തിൽ വരട്ടെ. സ്തോത്രം. ഞാൻ ആ ഭാഗമൊക്കെ പറഞ്ഞ് ഞാൻ ആ ഭൂമൊന്ന് കൈമാറി ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. 5-10 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും. അതിന്റെ സ്തോത്രം 10-ാം വാക്യം, യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ. സോ മനുഷ്യനായിട്ടാണ് ഈ കുരുടനായ മനുഷ്യൻ ആദ്യം പിടിച്ചത്. യേശു ഒരു മനുഷ്യൻ. നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള അറിവാണോ ഇന്ന് പകൽ നിങ്ങൾക്കുള്ളത്? അന്ന് എനിക്ക് അതേ ഉള്ളൂ അറിവ്, അന്ന് എനിക്ക് അതാണ് മനസ്സിലായതെങ്കിൽ ഇപ്പോൾ അറിവുകൾ മാറി. എത്രത്തോളം ദൈവവചനം ധ്യാനിക്കുമോ, എത്രത്തോളം ദൈവത്തിന്റെ വചനം ഞാൻ ഭക്ഷിക്കുന്നുവോ, അത്രത്തോളം ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ വർദ്ധിക്കുകയാണ്. എനിക്ക് യേശു എന്നൊരു പേരുള്ള ഒരു മനുഷ്യൻ. മിനിറ്റുകൾ കഴിഞ്ഞില്ല. സ്തോത്രത്തിന്റെ 17-ാം വാക്യം. കുറച്ചു മുമ്പ് അവൻ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ഇതേ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു അവൻ ഒരു പ്രവാചകൻ. ഇതേപോലത്തെ ഒരു ഭാഗം നിങ്ങൾക്ക് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണാം. ഇതാ അവൻ, നീ യഹൂദൻ, ഞാൻ ശമരിയ, എനിക്കും നിനക്കും തമ്മിൽ ഒരു ബന്ധമില്ല. അടുത്തത് യജമാനനെ, അടുത്തത് ലാസ്റ്റ് സ്തോത്രം പ്രവാചകനെ, അടുത്തത് സ്തോത്രം ലാസ്റ്റ് മഷിഹായെ. അറിവുകൾ വർദ്ധിക്കുകയാണ്. എത്രത്തോളം ദൈവവുമായി ബന്ധം കൂടുന്നോ അത്രത്തോളം ദൈവവുമായിട്ടുള്ള അറിവുകൾ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രവാചകൻ പറയാൻ നേരമില്ല. അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. അതിന്റെ അടുത്ത ഭാഗം 26-ാം വാക്യം. അവർ അവനോട് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് ഇതിനെ വിടത്തില്ല. എത്ര കേട്ടാലും അവർ ഇതിന് എങ്ങനെയാണ് സംഭവിച്ചത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട് ബൈബിളിൽ. അടുത്ത ഭാഗം, നിന്റെ കണ്ണ് ഇത്രയും പറഞ്ഞു കൊടുത്തു. അവിടെ കുരുടനായവൻ സൗഖ്യമായിട്ടുണ്ട്. ഇവർക്ക് മനസ്സിലായില്ല. അടുത്ത ഭാഗം, അതിനവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല.
ഇവൻ ഓൾറെഡി ശിഷ്യനായി കഴിഞ്ഞു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇവൻ പ്രസംഗം പറയുന്നു. ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്ന എന്തുവാ? സ്തോത്രം, ഇന്ന് മുതൽ നിങ്ങൾ കർത്താവിന്റെ മകനായി മകളായി ജീവിക്കണം. അർത്ഥം നിങ്ങളൊരു ശിഷ്യനായി മാറണം. നിങ്ങൾക്ക് അവന്റെ ശിഷ്യനാകാൻ മനസ്സുണ്ടോ? സ്തോത്രം. വ്യാഖ്യാനം പറഞ്ഞ നേരമില്ല. അടുത്ത വാക്യം അതിന്റെ 12-ാം വാക്യം. അതിന്റെ 30-ാം വാക്യം ഒന്ന് വായിച്ചേ. 30-ാം വാക്യം. ആ, എന്റെ കണ്ണ് തുറന്നിട്ട് അവൻ എവിടെ നിന്ന് എന്ന് എനിക്ക് അത്ഭുതമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇത്രയും നാള് ഇവിടെ ഈ പൊട്ടനെ പോലെ അല്ലെങ്കിൽ കുരുടനെ പോലെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മൊത്തം ഈ നാട്ടുകാരെ കണ്ടതാണ്. ഈ കുടിച്ച് ഓടയിൽ കിടന്ന ഒരു കുഴപ്പമില്ല. അവിടെ നിന്ന് എഴുന്നേറ്റ് നല്ല വസ്ത്രം ധരിച്ച് ഈ ബൈബിൾ എടുത്തുവിടാ പ്രശ്നം പറഞ്ഞു. എന്റെ കണ്ണ് തുറന്നു. എന്നിട്ടും നിങ്ങൾ ഈ ചോദിക്കുന്ന എനിക്ക് ആശയം, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ മൂർച്ചയേറി പറയാം. എന്റെ കണ്ണ് തുറന്നിട്ട് നിന്റെയൊക്കെ കണ്ണ് തുറക്കാത്ത അത്ഭുതം. അപ്പോഴായിരിക്കും ഒരു സത്യം മനസ്സിലായത്. ദൈവം തൊടാത്തവനെ ആർക്കും ദൈവത്തിന്റെ അടുക്കൽ വരാൻ കഴിയും. ദൈവത്തിൽ നിന്നതിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. സ്തോത്രം വായിച്ച് അതിന്റെ 32-ാം വാക്യം. അടുത്തത്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അവൻ വന്നു. അർത്ഥം അവൻ ദൈവപുത്രനെന്ന് ഞാൻ മനസ്സിലാക്കണം. അവൻ ദൈവപുത്രനാണ്. എവിടുന്നാ തുടങ്ങിയത്? അവനൊരു മനുഷ്യൻ. എവിടുന്നാ തുടങ്ങിയത്? അവനൊരു പ്രവാചകൻ. ഔഷധം എവിടുന്നാ തുടങ്ങിയത്? അവൻ എന്റെ ഗുരു, ഞാൻ എന്റെ ശിഷ്യൻ. എവിടുന്നാ തുടങ്ങിയത്? അവൻ ദൈവപുത്രൻ. ഈ നിലവാരത്തിലാണ് ആത്മീയ നിലവാരം ഉയർന്നത്. സ്തോത്രം. അല്പനേരം കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന മുഴുവൻ പേര് അവനെ കളഞ്ഞേച്ച് അതിൽ സ്വന്തം വീട്ടുകാരൻ തല്ലിയെന്ന്. എനിക്കതൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. സ്തോത്രം. ആ 35-ാം വാക്യം വേഗത്തിൽ അതിനെ തൊട്ട് മുമ്പ് അതിന്റെ സ്തോത്രം നിങ്ങൾ ഇതൊന്ന് വായിക്കാമോ? അതിന് 22-ാം വാക്യം. അവന്റെ അമ്മയപ്പന്മാർ അവന്റെ അമ്മയപ്പന്മാർ എന്താ പറഞ്ഞത്? അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇവനെ വിറ്റ കാശ് അവന്റെ അപ്പന്റെ അമ്മയുടെ കയ്യിലുണ്ട്. ഇവനെക്കാണ് നമ്മൾ അംഗീകരിച്ച് നമ്മൾ വീട്ടിരിക്കാൻ വേണ്ടി വെളിയിലാണ്, നമ്മൾ സഭയിൽ നിന്ന് പുറത്താണ്. ഇത് അവർക്കറിയാം. അതുകൊണ്ട് അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കുക. അപ്പോ നമ്മൾ രക്ഷപ്പെട്ടു, അവർ കുടിക്കുവാൻ. ചുരുക്കി പറഞ്ഞാൽ അപ്പനും അമ്മയും കൈയൊഴിഞ്ഞ കേസ്. വ്യക്തമായി പറഞ്ഞാൽ സഭക്കാരും വിട്ടു. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നാട്ടുകാരും കൈയൊഴിഞ്ഞു. ആർക്കും ഇതിന്റെ സൗഖ്യത്തിൽ അല്ല സന്തോഷിക്കുന്നത്. ഒടുവിൽ എന്താ സംഭവിച്ചത്? അതിന്റെ 35-ാം വാക്യം. അവനെ പുറത്താക്കി. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ദൈവം നിന്നെ തൊട്ടാൽ നാട്ടുകാർ നിന്നെ പുറത്താക്കി. നാട്ടുകാർ നിന്നെ പുറത്താക്കിയില്ലെങ്കിൽ അർത്ഥം ദൈവം നിനക്ക് ഒരു തൊട്ടിട്ടുണ്ട്. മനസ്സിലായോ? നാട്ടുകാര് ഒരു കുഴപ്പമില്ല ബ്രദർ, നല്ല രണ്ടപ്പം മധ്യയിൽ ഇരുന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ സുവിശേഷത്തിലോ നിന്റെ സാക്ഷ്യത്തിലോ എവിടെയോ കുഴപ്പമുണ്ട്. നിന്നെ നാട്ടുകാരെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം നിന്നെ ദൈവം അകത്തോട്ട് വിളിച്ചു. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അടുത്ത വാക്യം. ചോദിച്ചു. അതിനവൻ യജമാനനും കാരണം അത്രയും യേശുവിനെ അവൻ കണ്ടിട്ടില്ല. ഈ അടുത്ത് നിൽക്കുന്ന പുള്ളിയാണ് എന്നെ തൊട്ടതെന്ന് ഇങ്ങനെ മനസ്സിലായില്ല. പക്ഷെ അവൻ ആരാണെങ്കിൽ ഞാൻ അവനെ വിശ്വസിക്കും. അടുത്ത വാക്യം. യേശു നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്ന ഈ ഞാൻ തന്നെ. അടുത്ത വാക്യം. ഉടനെ അവൻ കർത്താവേ നമസ്കരിച്ചു. അർത്ഥം അന്ന് മുതൽ അവൻ ആരാധന തുടങ്ങി. കണ്ണുകളെ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ കർത്താവേ ദൈവമക്കൾക്കായി ചില കണ്ണുകളെ ഇന്ന് രാത്രി തുറക്കട്ട. എല്ലാ കുടിച്ചു കഥകളും ഇന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ട. ദൈവം പറയേണ്ടവരെ ദൈവം തൊടുമാറാക്കുക. ഇന്ന് പകലും ചിലരുടെ ആത്മീയ നിലവാരങ്ങൾ ഉയരുന്ന ഒരു പകരമാക്കി മാറ്റണം. ദൈവം അയച്ച
ഒരുവൻ മാത്രം എന്ന നിലവാരത്തിലേക്ക് ചില ഹൃദയങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് അച്ഛനെ ആരംഭിച്ച് അതിന്റെ ഒടുവിലത്തെ ഭാഗം കാണാത്തവർ കാണും, കാണുന്നവർ കുരുടരാവും. ഇങ്ങനെ ഇഹലോകത്തിൽ ഞാൻ ന്യായവിധിക്കായി വന്നു. അർത്ഥം കണ്ടു കാണാം എന്ന് പറഞ്ഞവർ എല്ലാം കുരുടരാകും. കർത്താവേ, ഞാൻ കുരുടനായിരുന്നു എന്ന് സമ്മതിക്കുന്നവനെല്ലാം കാണുന്നവരായി മാറും. ഈ പകൽ കർത്താവേ, ഹൃദയത്തിന്റെ ദൃഷ്ടികളെ ദൈവം പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദിവസങ്ങളാക്കി ഈ ആഴ്ചകളെ മാറ്റണം. അത്ഭുതകരമായ മാസങ്ങളാക്കി അങ്ങ് മാറ്റണമേ. അത്ഭുതകരമായ വർഷമാക്കി അങ്ങ് മാറ്റണമേ. ഈ രക്ഷയുടെ പെട്ടകത്തിൽ ഇവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇനി കയറുവാനുണ്ടെങ്കിൽ ഇന്ന് പകൽ കേട്ട തിരുവചന പ്രകാരം അവർ വിശ്വസിക്കുന്നു. ആ വചനം ഇപ്പോൾ